ആ കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. മഴപ്പക്ഷി പാടും പാട്ടിൻ മയിൽപ്പീലി നിന്നെ ചാർത്താം. ഉറങ്ങാതെ നിന്നോടെന്നും ചേർന്നിരിക്കാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. പകൽ വെയിൽ ചായും നേരം പരൽ കണ്ണു നട്ടെന്നും നീ പടിപ്പുരക്കോണിൽ കാത്തിരിക്കും. പകൽ വെയിൽ ചായും നേരം പരൽ കണ്ണു നട്ടെന്നും നീ പടിപ്പുരക്കോണിൽ കാത്തിരിക്കും. മണിച്ചുണ്ടിലും നീ നിൻമുളം തണ്ടു ചേർക്കും പോലെ. മണിച്ചുണ്ടിലും നീ നിൻമുളം തണ്ടു ചേർക്കും പോലെ. ഇണങ്ങാതെ നിന്നോടെന്നും ചേർന്നിരിക്കാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. നീലാക്കുളിർ വീഴും രാവിൽ കടഞ്ഞൊരി പൈമ്പാലിനായി കുറുമ്പുമായെന്നും വന്നു നിൽക്കേ. നീലാക്കുളിർ വീഴും രാവിൽ കടഞ്ഞൊരി പൈമ്പാലിനായി കുറുമ്പുമായെന്നും വന്നു നിൽക്കേ. ചുരത്താവു ഞാനെൻ മൗനം തുളുമ്പുന്ന പൂന്തേൻ കിണ്ണം. ചുരത്താവു ഞാനെൻ മൗനം തുളുമ്പുന്ന പൂന്തേൻ കിണ്ണം. നിഴൽ പോലെ നിന്നോടെന്നും ചേർന്നിരിക്കാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. മഴപ്പക്ഷി പാടും പാട്ടിൻ മയിൽപ്പീലി നിന്നെ ചാർത്താം. ഉറങ്ങാതെ നിന്നോടെന്നും ചേർന്നിരിക്കാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം.
പരിപാടിക്ക് വേണ്ടി സ്വന്തം നിലയ്ക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും ചാക്യാർകൂത്തനായി ശ്രീ ഈശ്വരൻ ഉണ്ണിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഗണേശ്വരമുപാസ്മഹേ. അപ്പോൾ നമ്മെല്ലാം ഇരിക്കുന്ന ഗണേശ്വരനെ ഞാൻ ഉപാസിക്കുന്നു. എന്താ അതാണ് പറയണ്ടേ? പറയുമ്പോ വ്യക്തമായിട്ട് മനസ്സിലാവാൻ പാടുന്ന പറയാ. എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയേ പറ്റുമോ? ആരാ അവിടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. വ്യക്തമായിട്ട് പറയാൻ പുറപ്പെടുക, അല്ലെങ്കിൽ പറയാണ്ടിരിക്കുക. എന്താ പറയണ്ടായേ? തം ഗണേശ്വരമുപാസ്മഹേ. അപ്പോൾ നമ്മെല്ലാം ഇരിക്കുന്ന ഗണേശ്വരനെ ഞാൻ ഉപാസിക്കുന്നു.
കേട്ടിട്ടില്ല. ഗണേശ്വരനോ? ഞാൻ പല ഈശ്വരന്മാരെ കുറിച്ചും കേൾക്കണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിദ്വാനെ ആദ്യമായിട്ട് കേൾക്കുക. അതങ്ങനെ കുന്നും പിടിക്കുന്നിരിക്കുമല്ലോ. താഴെ ഇരിക്കാൻ വന്നില്ലെങ്കിൽ കുളിക്കൂല, ജപിക്കൂല, നമസ്കരിക്കൂല, ഏട്ടത്തെ കാട്ടി നടക്കും തെക്കും മുടക്കുന്നതല്ലേ കണ്ട് ഈശ്വരനെ കേട്ടില്ലേ? ഇങ്ങനെ ഈശ്വരനെ കേട്ടില്ലേ? അവ പറഞ്ഞാൽ വളരെയുണ്ടല്ലേ. അതൊരു കുന്തം പിടിക്കുന്നേ പറ്റും. നന്ദി മുഖത്ത് തുടങ്ങാം. എന്റെ മുഖത്തൊക്കെ തന്നെ മനസ്സിലാവട്ടെ. മാറ്റിത്തന്നല്ലാതെ കണ്ട് വേറെ ഏത് ഈശ്വരനെയോ ഈശ്വരിയോ ആരെ സ്മരിച്ചാലും ഉപാസിച്ചാലും ഈ പറഞ്ഞ അദ്ദേഹത്തിനെ ഉപാസിച്ചില്ലെങ്കിൽ ഒന്നും നേരെയില്ല. അതുകൊണ്ടായി പറഞ്ഞത്. എന്താ ഇത്ര കേരളം ഞാൻ ഒന്നുകൂടി പറയാം. ആരെയെ കുറിച്ചാണ് ഉപാസിക്കുന്നത്? തം ഗണേശ്വരമുപാസ്മഹേ. അവണ്ണമെല്ലാം ഇരിക്കുന്ന ഗണേശ്വരനെ ഞാൻ ഉപാസിക്കുന്നു. ഗണേശ്വരൻ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. കണ്ടിട്ടില്ലയോ? കണ്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ? കേൾക്കുണ്ടായിട്ടില്ല. ഇങ്ങനെ വിദ്വാനെ ആദ്യമായിട്ട് കേൾക്കുക. ഇവിടെ ഒന്നാമത് ഇവിടെ വന്നതിന് ആദ്യത്തിനും പോകുന്നില്ല. ആദ്യമായിട്ട് വരികയാണ്. അതന്നെയാ മാറ്റത്തെ. എത്രയോ മുമ്പ് തന്നെ വരായിരുന്നു. ഇപ്പൊ തോന്നുന്നുണ്ട് നീ വേണ്ടി കയറില്ലോ. എവിടേക്കാണ് നടക്കുന്നത്? ഗണേശ്വരൻ ആരാ മനസ്സിലാക്കിയതാണ്. അങ്ങനെ വെക്കണ്ട. മറ്റുള്ള ഈശ്വരന്മാരെ ഉപാസിക്കുന്ന ആണെങ്കിൽ തന്നെ ഇദ്ദേഹത്തിനെ ആദ്യം ഉപാസിക്കണം. വേറെ ഒരാളും ഇല്ല ഇതിനേക്കാൾ ഏമായിട്ട് ഉണ്ടാതിരിക്കണോ? എന്താ വേറെ ആരുമില്ല. പ്രാപഞ്ചികന്മാരെ നമ്മെപ്പോലുള്ളവര് സാധാരണ ലൗകികന്മാര് പ്രാപഞ്ചികന്മാരെന്നൊക്കെ വിശേഷിപ്പിക്കും. അവരേത് ജാതികളായാലും വേണ്ടില്ല, ബ്രാഹ്മണരായാലും വേണ്ടില്ല, ക്ഷത്രിയരായാലും വേണ്ടില്ല, വൈശ്യരായാലും വേണ്ടില്ല, ശൂദ്രരായാലും വേണ്ടില്ല, നാനാ ജാതികളെല്ലാവരും ഈ പറഞ്ഞ അദ്ദേഹത്തിനെ ഉപാസിക്കുന്നുണ്ട്. അതാണ് ഞാൻ മാത്രമല്ല, എല്ലാവരും അദ്ദേഹത്തിനെ ഉപാസിക്കുന്നുണ്ട്. ഉപാസിച്ചു കഴിഞ്ഞാൽ ഫലം കിട്ടും. അതാണ് കുറച്ച് വ്യക്തമായിട്ട് പറയാൻ കാരണം. കുറച്ച് അമാന്ത ഈ നേരത്തെ കൂട്ടി വരുന്ന ആളുകളാ. എവിടെയാണ് നേരം ഇങ്ങോട്ട് വരിക. എന്തായാലും വരണം തോന്നില്ലോ. സന്തോഷമായി വലിയ ജീവിച്ചിരുന്നേ. വരിക ഇനി സ്വാഗതം പറയാൻ വേറെ ആരുമില്ല. അപ്പൊ കേട്ടോളൂ, ഞാൻ ആദ്യമായിട്ട് പുറപ്പെട്ടിരിക്കുക ഒരു ഉദ്ധാനെ കുറിച്ച്. എന്താണ് ഗണേശ്വരൻ? ഈ ഗണേശ്വര ചങ്ങനെ ഉദ്ധാനൊക്കെ അതിനു മുമ്പ് കേൾക്കാത്തത് അതന്നെയാണ്. കേട്ടു എന്നല്ലാതെ എന്താ തന്റെ മുഖത്തുനിന്ന് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഇവിടെ ഒത്തിരിക്ക് വൈഭവം ഉണ്ടോ? താണ്ടാ പറഞ്ഞ ലൗകികന്മാരൊക്കെ സേവിക്കേണ്ടെന്ന്. ഞാൻ അധികം സമയമില്ലാത്തതുകൊണ്ട് കുറയ്ക്കുക. കാരണം എത്ര പറഞ്ഞാലും കഴിയാത്താണ്. കുറച്ച് സമയം കൊണ്ട് എന്തായാലും ഇവിടെ കുറച്ച് പറയാൻ എനിക്ക് തോന്നിയല്ലോ. അത് സന്തോഷമായി. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. എപ്പോഴും കളിയായിട്ട് കൂടാ പറയുമ്പോൾ വീട്ടിൽ കയറില്ലേ. കാരണം കേമനായിട്ടുള്ളതാണ് ഒക്കെ വേണം. എന്നാലും ഇങ്ങനെ ഈശ്വര സേവ വേണം തോന്നിയല്ലോ. സന്തോഷം. മറ്റൊക്കെ സേവന ഈശ്വര സേവന എന്നിരുന്നാലും എനിക്കും അതെ. അത് എന്നെ ഉത്സാഹിപ്പിച്ച് ഏറ്റവും സന്തോഷം എന്താ പറയാൻ കഴിയില്ലോ. എന്താ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതല്ല ഇതൊക്കെ സാധാരണ മാറ്റിയന്മാരെ പോലെ നേരത്തെ കുളി ദേവാലയവും ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ട് എല്ലാത്തിനും കേമായിട്ട് അങ്ങനെ വേണം. എന്നാലും ഈ പറഞ്ഞ വിദ്വാനെ ആദ്യമായിട്ട് കേൾക്കാൻ ഞാൻ എൻ്റെ ആവശ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് എന്താ ഇങ്ങനെ വിദ്വാനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ എനിക്ക് വഹിക്കുന്ന പോലെ കേൾപ്പിക്കാമല്ലാതെ കണ്ട് അദ്ദേഹത്തിൻ്റെ വൈഭവം വർണ്ണിക്കാൻ സാധ്യത. എങ്കിലും ആശാരി, മൂശാരി, കരുവാൻ, തട്ടാൻ എന്ന് വെക്കേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാവില്ല തോന്നുന്നു. ആരോഗ്യം വരുന്ന മുഷീർ ഞാൻ വൃത്തിയായിട്ട് പറയാ. ആശാരി പറഞ്ഞ കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ പറയാൻ പാടില്ലാന്നുണ്ട്. എന്താ ആശാരി? മരപ്പണിക്കാരെ അവരെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാലേ വിശേഷിപ്പിച്ചേ പ്രവൃത്തി എടുത്ത് പറഞ്ഞത് നമ്മൾ വീട്ടൊക്കെ. അതൊന്നുമല്ല, യോഗ്യന്മാരായിട്ടുള്ള ആശാരിമാർ ഇപ്പോഴും ഉണ്ട്. ഇവരൊക്കെ യോഗ്യന്മാരനെയാണല്ലോ. അവര് എന്ന് വെച്ചാൽ മൂശാരിമാരെ, കരുവാന്മാരെ, തട്ടാന്മാരെ എന്ന് വെക്കേണ്ട സമസ്തന്മാരും ഗണേശ്വരനെ ഉപാസിച്ച് അവരുടെ പ്രവൃത്തി ഉത്സാഹത്തോടുകൂടി പുറപ്പെടാറുള്ളത്. അല്ലെങ്കിലോ ഒക്കെ മാറ്റിയിട്ടാണ്. എന്താണോ ആശാരി ഭഗവതി ഉപാസന ആശാരിയെ കണ്ടിരുന്നു. എന്താ അവിടെ കുറെ നേരെ ഇപ്പോഴേക്കെല്ലാം ശ്രദ്ധ കൊണ്ട് എനിക്കിത് കണ്ട അല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ എത്ര വരുമ്പോഴാണ് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. താൻ ആശാരിയുടെ കാര്യം കഴിഞ്ഞിട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് ചെയ്യുന്നതല്ല. ഇപ്പൊ ഈ അങ്ങനത്തെ ആശാരിയെ കിട്ടാവുന്ന പ്രയാസം കിട്ടിയാൽ തന്നെ വേണ്ട പോലെ ആകും. നിശ്ചയില്ല. നല്ല പരിചയം, പഴക്കം, തഴക്കം തോന്നിട്ടുള്ള ആളുകളാകുമ്പോൾ കേമായിട്ട് ഭവന നിർമ്മാണം നിനക്കാണല്ലോ ആശാരിയെ ക്ഷണിക്കുക. ആരാത്? ഞാൻ ഒരു ഉദ്വാനെ പറഞ്ഞിരുന്നു. എന്താ നേരത്തെ വരാഞ്ഞ്? നേരത്തെ വരാൻ പുറപ്പെടാനില്ല. നേരത്തെ രാവിലത്തെ അവാന്തം കൊണ്ട് വരണം തോന്നിയോ? സന്തോഷമായി. എത്രത്തോളം വരാൻ പറഞ്ഞ ഉദ്ദേശം വേണമെന്നല്ല. എന്താ വേഗം വരികയാണ്. ഇങ്ങനെ പരിഞ്ഞു വന്നാൽ പറ്റുമോ? വരിക. ഞാൻ ഇല്ലാത്ത കുറച്ച് ഗെയിമായിട്ടൊരു ഭവന നിർമ്മാണം ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് എൻ്റെ ഉത്സാഹം കുറച്ച് ഗെയിമായിട്ട് വേണമെന്നാണ് ഇരിക്കുന്നത്. വൃക്ഷങ്ങൾ ഏതൊക്കെ വെച്ചാൽ നോക്കാം. ഏതാ മുറിക്കേണ്ട വെച്ചാൽ മുറിക്കാം. ഉപയോഗയോഗ്യമായിട്ട് വേണം. അല്ലാതെ കണ്ട് മുറിച്ചാണ് വീഴ്ത്ത. അങ്ങനെ ഏട്ടതുണ്ട് ഈ ആശാരിമാർക്ക്. അതായിക്കോട്ടെ, ഒരു മുറിക്കും. വീഴ്ത്തി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അത് വേണ്ടാതെ വരും. അതരുത്, നശിപ്പിക്കരുത്. ഏതായാലും നോക്കാം. ഇവിടെ ഉണ്ട്. അധികമൊന്നും കൊണ്ട് ഇത് മതി. നല്ല സാധനങ്ങളാ. നല്ല പ്രായം എത്ര നിശ്ചയിക്കുക. മാത്രമല്ല നല്ല ഉത്സാഹം. ഏത് പ്രവർത്തിക്കും കേമായിട്ട് മുറിച്ചെടുക്കാൻ പാകത്തിലുള്ള നല്ല നല്ല മരങ്ങളൊക്കെ ഉണ്ട്.
ചിലതൊക്കെ ഉണ്ട്, പടുമുളയുള്ളതുണ്ട്, രാവണം പോലെ വേരിന്ന് പൊട്ടി മുളിച്ചത്, അതൊക്കെ ഉണ്ടാക്കിയാന്നല്ല. എന്നിരുന്നാലും നല്ലത് നോക്കി മുറിക്കാം. ആദ്യം ആശാരി വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവൻ ഗണപതിയെ ഉപാസിക്കുക. ഗണപതിയോ അതെ, അതിനെ ആദ്യം പറഞ്ഞല്ലോ, ഗണേശ്വരൻ എന്ന് പറഞ്ഞില്ലേ, ഗണപതി തന്നെയാണ് അദ്ദേഹത്തിനെ ഉപാസിച്ചേ തുടങ്ങുള്ളൂ. ആദ്യം അവന്റെ ആയുധെടുത്ത് ആ ഉദ്ദേശിച്ച വൃക്ഷത്തില് ആദ്യം ഒന്ന് കൊത്തും. കൊത്തി കഴിഞ്ഞാൽ ഒന്ന് കഷ്ണം ഒരു പൂവെടുത്ത് എലിയിൽ വെച്ച് എൻ്റെ വെല്ലുണ്ണിത്തമ്പുരാനെ മാറ്റിയിട്ടൊന്നുണ്ടാവരുതേ നല്ലവണ്ണം പ്രാർത്ഥിച്ച് അവന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. അതാണ് ആശാരിയുടെ ഗണപതി ഉപാസന. വിസ്തരിക്കേണ്ടതില്ല, വിസ്തരിച്ചാൽ അതിന്റെ ഓരോരുത്തരുടെ എത്തിലാണല്ലോ. ഞാൻ ചുരുക്കം എനിക്ക് മനസ്സിലാകാൻ പാകത്തിന് ഞാൻ ചുരുക്കം ഉദ്ദേശിക്കുന്നു മാത്രം, വാക്കുകൾ എടുക്കുക, വർണ്ണിക്കണമെന്നില്ല. ആശാരിയുടെ ഉപാസന ഞാൻ അവസാനിപ്പിക്കുക. എത്ര കൊണ്ട് ഏകദേശം മനസ്സിലായല്ലോ. ഇനി ആശാരിയല്ല, മൂശാരി, കരിവാൻ, തട്ടാൻ സമസ്തന്മാരും ഏതോ തട്ടാനൊക്കെ ഗണപതി ഉപാസനോ? പിന്നെ ആ വിട്ടിത്തം പറയാനിരിക്കുക, വെളിച്ചാപത്തന്നെ പുറപ്പെട്ടു കഴിഞ്ഞാൽ അതല്ല. തട്ടാനും കൊട്ടാനും മുട്ടാനുള്ളതൊക്കെ നിരത്തി വെക്കുള്ളൂ. സാധാരണ അവരുടെ പ്രവൃത്തി എന്താ? മറ്റുള്ളവര് വീട്ടിലെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും, കൊട്ടുണി കഴിഞ്ഞാൽ മനസ്സിലാവും. എന്താ സ്വർണം ആ വെള്ളി ആഭരണങ്ങളൊക്കെ നേരാക്കാൻ വേണ്ടിയിട്ടോ ഉത്സാഹിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ പുതിയതെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെല്ലുമ്പോൾ അവൻ ആദ്യം അത് വരുന്നുണ്ട്, ഇങ്ങനെയുള്ള വരവ് തന്നെയാണ്. അത് നിങ്ങളല്ലാതെ ഇങ്ങോട്ട് വരാൻ ഇല്ല, വരുന്നുണ്ട് എന്തോ ഉദ്ദേശിച്ചുകൊണ്ട് അതുകൊണ്ട് നന്നായി. എന്താ ഞാൻ കുറച്ച് സ്വർണം കൊട്ടാനൊക്കെ എടുക്കാനുള്ള പുറപ്പാടാ. നിർത്തിയില്ല, കാരണം അവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ എന്തെങ്കിലും തരാക്കണമല്ലോ. ഇനി വേണ്ട, ആദ്യം തട്ടാനുള്ളൊക്കെ ആദ്യം പുറത്തേക്ക് വയ്ക്കും. അത് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ആ വന്ന ആളുടെ നിന്ന് തട്ടാനുള്ളതൊക്കെ മേടിച്ച് ആ തട്ടാൻ അതിനാണ് വിടും. അത് കഴിഞ്ഞാൽ ആദ്യത്തെ അവൻ്റെ 2 തട്ടുണ്ട്. ആ 2 തട്ട് തട്ടിയിട്ടില്ലെങ്കിൽ അവൻ അന്ന് ഒന്നും തട്ടാൻ പറ്റില്ല. അവന്റെ ഗണപതി ഉപാസന അതാണ്. തട്ടാന്റെ തട്ട് പ്രസിദ്ധമാണല്ലോ. അതുകൊണ്ട് അവൻ എൻ്റെ വെല്ലുണ്ണിത്തമ്പുരാനെ വേണ്ട പോലെ മാറ്റിത്തൊന്നുമില്ല, അതേ കണ്ട് ഭംഗിയാക്കി തരണേ. അവനും ഗണപതിയെ ഉപാസിക്കുന്നു. കാരണം വിസ്തരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ചുരുക്കം ആ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം അനവധി എന്താ പറയാനേ. തനിക്ക് മനസ്സിലാവാൻ ചുരുക്കം ആശാരി, മൂശാരി, കരിവാൻ, തട്ടാൻ അവരുടെയൊക്കെ ഗണപതി ഉപാസന പറഞ്ഞു. അതേ കണ്ട് സമസ്ത പ്രാപഞ്ചികന്മാരും കലാകാരന്മാര് സാധാരണ വാദ്യക്കാര് എവിടേക്കാ പുറപ്പെടുന്ന വാദ്യപ്രയോഗത്തിനാ അറിയോ? പറഞ്ഞ ആദ്യം ഗണപതി കയ്യ്, ഗണപതി കൊട്ട് സാധാരണ പറയാറുണ്ട്. എന്താ കാരണം? വിഘ്നം ചേർക്കേണ്ടിരിക്കാൻ എൻ്റെ വെല്ലുണ്ണിത്തമ്പുരാനെ. അതന്നെയാണ് ഓരോരുത്തരും ആ ഗണപതിയെ ഉപാസിക്കുന്നു. വേറെ ആശാരിയും മൂശാരിയും കരിവാനും തട്ടാനും കലാകാരന്മാരെന്ന് പറയുന്നത് പ്രവർത്തിക്കാര് ലോകത്തിന്റെ ബ്രഹ്മാണ്ഡ കടാകത്തിങ്കൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ ശ്രീ മഹാഗണപതിയെ ഉപാസിക്കുന്നു. ഇത്രയ്ക്കൊക്കെ വൈഭവം ഉണ്ടോ? ഇത്രയ്ക്കൊക്കെ നല്ല എനിക്ക് പറയാനുള്ള കഴിവില്ല. യഥാർത്ഥം പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ കുറേശ്ശെ അവിടെയും ഇവിടെയൊക്കെ പറയാമെന്നല്ലാതെ കണ്ട് പറയാനുള്ള കഴിവുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ മഹത്വം മനസ്സിലാക്കുകയാണെങ്കിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താ ഒന്നും കേട്ടില്ലയോ? താങ്കളുടെ ദേഷ്യം വന്നിരിക്കും, ഒന്ന് ചിരിച്ചു, ഒന്ന് മനസ്സിലാക്കി വിട്ടുപിടിച്ച് നോക്കുക. അതല്ല, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ ഒന്നിച്ച് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി. കാരണം ഓരോരുത്തരുടെ പേര് കുറച്ച് കേൾക്കുന്നത് അല്ലെങ്കിൽ അവര് ത്രിമൂർത്തികളെ എന്ന് പറയുന്നത് അത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ ത്രിമൂർത്തികളെന്ന്? അതാരൊക്കെയാ? ഈ പറഞ്ഞ തന്നെ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. ബ്രഹ്മാവ് പ്രപഞ്ചത്തിന് സൃഷ്ടികർത്താവാണ്, സത്യലോകസ്ഥനാണ്. വിഷ്ണു ആ വൈകുണ്ഠമാകുന്ന ലോകത്തിങ്കൽ അനന്തനാകുന്ന വഴിവെച്ചെങ്കിൽ ലക്ഷ്മി ദേവിയോടും ധാത്രി ദേവിയോടും സുഖമാകുമെന്ന് പഠിച്ചിരുന്നു. മഹാദേവൻ ആ ശിവപരമേശ്വരൻ ഇദ്ദേഹം സംഹാരകർത്താവായി കൈലാസാദ്രീശ്വരനായിട്ട് സുഖമായിട്ട് കഴിയുന്നു. അവരെ 3 പേരെയും ഒരുമിച്ച് പറയുമ്പോൾ ത്രിമൂർത്തികളെന്ന് പറയും. അതോ അവരെയൊക്കെ കേമാണോ? കുറെ പേരും കാലയിൽ കേട്ടിരുന്നു. എന്താ ഈ ത്രിമൂർത്തികളെക്കാ കേമാണ്? ത്രിമൂർത്തികളെന്ന് വെക്കണ്ടോ? അദ്ദേഹത്തിന്റെ മഹത്വം പറയുകയാണെങ്കിൽ അനവധിയുണ്ട്. ബ്രഹ്മാവിനെ പൂജിക്കുകയാണെങ്കിലും വിഷ്ണുവിനെ പൂജിക്കുകയാണെങ്കിലും പരമേശ്വരനെ പൂജിക്കുകയാണെങ്കിലും ആദ്യം ഗണപതിയെ പൂജിച്ചതിന് ശേഷമേ മറ്റുള്ള ഈശ്വരന്മാരെ ആരെയെ വന്ദിക്കുകയാണെങ്കിലും ഏത് കർമ്മം ചെയ്യാണെങ്കിലും മാത്രമല്ല നേരത്തെ പറഞ്ഞല്ലോ, വിട്ടുപോയതല്ല. ഭവന നിർമ്മാണമായാലും വേണ്ടിയ, കണ്ണൂർ കുഴിക്കലായാലും വേണ്ടിയ, എന്ത് ഉത്സാഹിച്ച് പുറപ്പെട്ട ആദ്യത്തെ സംരംഭമായാലും വേണ്ടിയ ഗണപതിയെ ഉപാസിച്ചതിന് ശേഷമേ ഏത് കർമ്മങ്ങളും ചെയ്യാറുള്ളൂ. അതാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെക്കാൾ പ്രധാനിയാണ് മഹാഗണപതി എന്ന് വെച്ചാൽ. പ്രധാന ഗണപതി പറഞ്ഞു, ഗണേശ്വരൻ പറഞ്ഞു, അതുപോലെ ഇപ്പൊ മഹാഗണപതി ഓരോ സമയത്ത് മാറി പറയുക. അതല്ല, മഹാഗണപതിയായാലും വേണ്ടിയ, ഉണ്ണി ഗണപതിയായാലും വേണ്ടിയ, കുട്ടി ഗണപതിയായാലും വേണ്ടിയ അവനവന്റെ മനസ്സിൽ വിചാരിക്കണ പോലെയാണ് അദ്ദേഹത്തിന്റെ മഹത്വം. ഇതിന് മഹത്വം വർണ്ണിക്കാൻ സാധ്യമല്ല. എന്ന് വെച്ചാൽ ശ്രീ മഹാഗണപതി
ഗണപതിയെ ഉപാസിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ സാധാരണ കാണാറില്ല മറ്റുള്ള ഈശ്വരന്മാർക്ക് ഇല്ലാത്ത വിഷയമാണ് ഗണപതി ഹോമം. ഗണപതി ഹോമത്തിൽ പുറപ്പെടുന്നുണ്ട ആദ്യം ഗണപതിക്ക് ഉറപ്പ് വെച്ച് ഗണപതിക്ക് നിവേദിച്ചതിന് ശേഷമേ ആ ഗണപതി ഹോമം. എന്താ കാരണം? ഇത്രയും മഹത്വം ഉണ്ടായിട്ട് ശ്രീ മഹാഗണപതിയെ പോലെ വേറൊരു ഈശ്വരനില്ല. അതാണ് ഞാൻ വീണ്ടും തം ഗണേശ്വരമുപാസ്മഹേ ഔവണ്ണമെല്ലാം ഇരിക്കുന്ന ഗണേശ്വരനെ ഞാൻ ഉപാസിക്കുന്നു എന്ന് പറയാൻ കാരണം ഔവണ്ണമെല്ലാം വെച്ചാൽ ഔവണ്ണം അതന്നെയാണ് എപ്പോഴും എങ്ങനെയാ പറയേണ്ടത്, എവിടെയാ തുടങ്ങേണ്ടത്, എങ്ങനെ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കേണ്ടത്, എങ്ങനെയാ അദ്ദേഹത്തിനെ മനസ്സിലാക്കി തരുന്നത് ഞാനല്ല. എന്നേക്കാൾ പ്രഗത്ഭമതികളായിട്ടുള്ള യോഗ്യന്മാര് വർണ്ണിക്കാൻ പുറപ്പെടുകയാണെങ്കിലും അത് വർണ്ണിക്കാൻ സാധ്യമല്ല. അത്ര വൈഭവമുണ്ട്. നമ്മുടെ വൈശ്രവണ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വൈശ്രവണനോ കേട്ടിട്ടില്ല? ഞാൻ ഒന്നും കേട്ടിട്ടില്ലേ? എന്നാ അപ്പോഴെങ്കിലും കേൾക്കാൻ നോക്കാം. ഇങ്ങനെ നോക്കാം, ഇങ്ങനെ ശ്രദ്ധിക്കാം. എന്താ അവിടെ നോക്കാം? അവിടെ ഇരിക്കാതെ അതുപോലെ നേരാവണം പോലെ ഇരിക്കുക. ഒന്നുകൂടി പറയാൻ പുറപ്പെടുമ്പോൾ അത് വേണ്ട പോലെ ആവട്ടെ. അവിടെ നിന്ന് കുമ്പിട്ടുന്ന പറ്റുമോ? ഇങ്ങനെ നോക്കാം. ഗണേശ്വരൻ ചാൽ അത് എഷ്ടിച്ച് പറഞ്ഞു പറഞ്ഞിട്ടിപ്പോ കുറച്ച് ഗണേശനായിട്ടുണ്ട്. ആ അങ്ങനെ ഈശ്വരനെ കുറിച്ച് ഞാൻ പുറത്തുനിന്നുള്ളൂ, പറയാൻ തുടങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകണുള്ളൂ. എന്ന് വെച്ചാൽ വൈശ്രവണനെ കുറിച്ച് പറഞ്ഞാൽ എത്തിരി വലുത് മനസ്സിലാവുള്ളൂ. വൈശ്രവണ വെച്ചാൽ ദിക്പാലന്മാരിൽ പ്രധാനിയാണ്. നവനിധികൾക്കും നാഥനായിട്ടുള്ള ആളാണ്. നവനിധികള് എല്ലാം കൊണ്ടും കേമാണല്ലോ. അദ്ദേഹം കുബേരൻ എന്ന് പറയും, സമ്പന്നനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് സാധിക്കാത്തവരാണ്. അദ്ദേഹത്തിന് സന്തോഷത്തിന് സാധിക്കാത്തവർ വെച്ചാൽ സമ്പത്ത് ഉണ്ടായാൽ നടക്കില്ല. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, എന്തുകൊണ്ട് കാര്യമുണ്ടോ? എന്തുവേണമെങ്കിലും മനസ്സിൽ ആദ്യം ഉണ്ടാവണം. അദ്ദേഹം കുറച്ച് കേമായിട്ട് ഉത്സാഹിച്ച് പുറപ്പെട്ടു. എന്ന് വെച്ചാൽ ശ്രീ മഹാഗണപതിയെ കുറിച്ച് തനിക്ക് മനസ്സിലാക്കി തരാൻ എനിക്ക് കഴിവില്ല എന്ന് ആദ്യം തുറന്നു പറയാം. എങ്കിലും തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ യോഗ്യനായി തോന്നും. എന്താ കാരണം? ആ ശ്രീ മഹാഗണപതിയെ കുറിച്ച് വർണ്ണിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ മഹത്വത്തിനെ കുറിച്ച് വർണ്ണിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ പ്രാതരാശായ ധനേശോഭി ന ശക്നുയാൽ അപരിച്ഛേദ്യരൂപം തം ഗണേശ്വരമുപാസ്മഹേ യസ്യ പ്രാതരാശായ അസൗ ധനേശ അഭി ന ശക്നുയാൽ യാതൊരുവന്റെ പ്രാതരശനത്തിനായിക്കൊണ്ട് ധനേശൻ പോലും ശക്തനായി ഭവിക്കണ്ടായില്ല. യാതൊരുവൻ വെച്ചാലോ ഇത്രയും നേരം പറഞ്ഞ അദ്ദേഹം തന്നെ ശ്രീ മഹാഗണപതി, വജുള്ളി തമ്പുരാൻ, ഉണ്ണിഗണപതി, ആ ഗണേശൻ എന്നൊക്കെ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് ഒരു നേരത്തെ പ്രാതല എന്ന് പറയും. പ്രാതല വെച്ചാൽ പ്രാതലിന്റെ കാര്യം പറയാണ്ടിരിക്കേ. പ്രാതലിന് എന്തൊക്കെയാണ് സമ്പ്രദായങ്ങളല്ലേ, ഇന്നതൊന്നില്ലേ, എന്തൊക്കെ മനസ്സിലാവാൻ വഴി ഉപയോഗിക്കാൻ പറ്റാത്തും. പ്രാതലിന് കേട്ടപ്പോൾ ചളി പുറപ്പെട്ടു. എവിടേക്കാ പ്രാതല കഴിക്കാം? പ്രാതലൊന്നും കാര്യമായിട്ട് നിഷ്കർഷണം പോലും ഇവിടെ അതുമുഖക്കും നിഷ്കർഷം ഉണ്ട്. കാരണം സാധാരണ പോലെയല്ല. എത്ര എണ്ണ വിഭവങ്ങൾ വെച്ചാൽ ശരി പ്രാതലിന് ഇത്രയൊക്കെ വേണോ തോന്നും. അത് കുറച്ച് ധാരാളിത്തായോ പറയുമ്പോൾ കേട്ടില്ലോ. കുറച്ചധികം കേമത്തൊന്നും ആവശ്യമില്ലേ. പ്രാതല് സാധാരണ പറയാറുള്ളൂ. തന്റെ പ്രാതൽ കഴിഞ്ഞു, താങ്കൾ പ്രാതൽ കഴിക്കാം. പ്രാതൽ എന്താ? എന്തെങ്കിലും കഴിക്കുക, അത്രേ ഉള്ളൂ. ആ മധ്യാഹ്ന സമയത്ത് ആ മാംസം ആ ശിരസ്കം കേമായിട്ട് വേണ്ടി എരിശ്ശേരി, പുളിശ്ശേരി, ഉപ്പേരി, പഴമൊക്കെ വിഭവ സമൃദ്ധായി, ചതുർവിധായി, ആചാരസപ്രധാനങ്ങളായി, ഗോരസപ്രധാനങ്ങളായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഓരോ ഉരുട്ടി എരിശ്ശേരിയിൽ ഒട്ടി കാളനിൽ ആറാടി പേര് പഠിപ്പിച്ച് അതിനുണ്ട് കേമായിട്ടുള്ളത്. അങ്ങനെ അപ്പൊ തന്നെ കേമുള്ളി. മധ്യാഹ്നം കഴിഞ്ഞാൽ അത്താഴം താളമൊക്കെ അത്യാവശ്യം ഉണ്ടെന്നാണ് കേമായിട്ട് കഴിക്കണം വേണമെന്നല്ല. പ്രാതൽ വെച്ചാൽ ഇതൊന്നും ഒക്കെ വ്യത്യാസം. യസ്യ പ്രാതരാശായ യാതൊരുവന്റെ പ്രാതരശനത്തിനായി കൊണ്ടുപോലും അസൗ ധനേശ അഭി ന ശക്നുയാൽ ഈ ധനേശൻ പോലും ശക്തനായി ഭവിച്ചില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ കൊണ്ട് മനസ്സിലാവും, തനിക്ക് കൊണ്ട് മനസ്സിലാവും. എന്താ വിശേഷിപ്പിക്കേണ്ട വിസ്തരിക്കേണ്ട വിസ്തരിക്കേണ്ട ആവശ്യമില്ല. എന്താ ഈ ധനേശൻ എന്നാ പറഞ്ഞത്? ധനങ്ങൾക്ക് മുഴുവനും ഈശ്വരായിട്ടുള്ള ആള്, നവനിധികൾക്ക് മുഴുവനും നാഥനായിട്ടുള്ള ആള്, സമസ്ത സമ്പത്തിന്റെയും അധിപനായിട്ടുള്ള ആ കുബേരൻ. ഐലിവിളിച്ചാൽ ദിക്പാലന്മാരിൽ പ്രധാനിയായിട്ടുള്ള കുബേരന്റെ കഥയാണ് വൈശ്രവണൻ. ആ വൈശ്രവണൻ വിചാരിച്ചിട്ട് പോലും ഇദ്ദേഹത്തിന്റെ പ്രാതരശനം, പ്രഭാത സമയത്തുള്ള ഭക്ഷണത്തിന് പോലും സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ
ഇത്രയൊക്കെ ആയിട്ടൊന്ന് നേരാമാണ് പോരുന്നത്. ആ ഭസ്മോ ചന്ദനം തൊടാതെ കണ്ട് 4 കേവന അക്ഷ ജലത്തിന് കുക്ഷി കുറിപ്പിച്ച് നടക്കുന്നതേ കണ്ട് ഒന്നായിക്കൂടെ വേത്തോടും ഇല്ല നമസ്കരിക്കൂല പറയുമ്പോൾ ആരോഗ്യം വേണ്ടല്ല ഒക്കെ വേണേ ജപിക്കുക നമസ്കരിക്കുക അതൊന്നുമില്ല. അവരുടെ കാടപ്പം കാട്ടിക്കൊണ്ട് അതാണ് ഉണ്ടായിട്ട് കാര്യമില്ല. സന്താനങ്ങളിൽ വേണ്ട പോലെ വേണ്ട സമയത്ത് വളർത്തിയില്ല. ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, തോന്നിയ രൂപത്തിലാവാം. അതുകൊണ്ട് തന്നെയാണ് ഐശ്വര്യമൊക്കെ ക്ഷയിക്കുന്നത്. വൈശ്വരൻ അങ്ങനെയല്ല. പ്രഭാതത്തിന് നേരത്തെ 7 നാഴിക പുരാങ്കാലത്ത് എഴുന്നേൽക്കും. നിത്യാനുഷ്ഠാനങ്ങൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ശ്രീകൈലാസം. പുറപ്പെടാൻ നിശ്ചയിച്ചു. ഇന്നത്തെ കഴിഞ്ഞു. ഇനി അവിടെ പോയിട്ടാവാം. കാരണം പ്രാതൽ പിന്നെയാവാം. അദ്ദേഹത്തിനെ കൈലാസത്തിൽ പോയിട്ട് വന്ദിച്ചതിന് ശേഷമാവാം നേരെ പോവുക. എന്നിട്ടോ അദ്ദേഹത്തിനെ കണ്ടാൽ ശിവപരമേശ്വരന്റെ ഭക്തനാണല്ലോ. ആ സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ശിവപരമേശ്വരന്റെ കടാക്ഷം ഉണ്ടാവണം. അതുണ്ടെങ്കിൽ ആ ഐശ്വര്യം ഏത് സമയത്തും ഒരുപോലെ ആ നിലനിൽക്കുള്ളൂ. അല്ലാണ്ട് എത്രയോ ധനാഠ്യന്മാരുണ്ട്, സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്, ധാരാളം പിശുക്കുണ്ടാവും. ഇന്ന് പിശുക്കിട്ട് വല്ല കാര്യമുണ്ടോ? ചെലവഴിക്കേണ്ട പോലെ ചെലവഴിക്കാനേ വേണം. അതാണ് ചെലവഴിക്കുക. ധാരാളമാവാൻ കേമാവാൻ വേണ്ടി അനവധിയുണ്ട്. ധൂർത്തടിക്കുക ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നഷ്ടമൊന്നുമില്ലോ. എന്നിട്ട് വല്ല കാര്യമുണ്ടോ? ധൂർത്തടിക്കല്ല, ചെലവഴിക്കല്ല. വേണ്ടതും വേണ്ടാത്തതും മനസ്സിരുത്തി കണ്ടറിഞ്ഞ് മനസ്സിലാക്കി തീർക്കാൻ കഴിവുള്ള വ്യക്തികളെ വേണ്ട പോലെ പറഞ്ഞു മനസ്സിലാക്കി ആ വേണ്ടതിന് ധാരാളം ചെലവഴിക്കുക. ധാരാളം ചെലവോ അധികമായിട്ടില്ല, വേണ്ടതിന് ഭാഗം പോലെ ചെലവഴിക്കാൻ സാധിക്കുക. ഇതിനൊക്കെ കുറച്ച് കഴിവുണ്ടാവണം. ആ കഴിവ് മാത്രമല്ല, ദൈവാധീനം. വൈശ്രവണനെ സംബന്ധിച്ച് എല്ലാ ഐശ്വര്യം ഉണ്ടെങ്കിലും അത് നിലനിൽക്കുന്നത് ഭഗവാന്റെ കടാക്ഷമാണ്. അഹങ്കാരം വേഗം വരി. അഹങ്കരിച്ചു കഴിഞ്ഞാൽ സമസ്ത ഗുണങ്ങളും ഇല്ലാതെ ഉണ്ടാവും. ഇപ്പൊ എന്താ ധനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാ, ആരെയും കൂട്ടാക്കേണ്ട ആവശ്യമില്ല. തന്നെ പോലെ കേമനായിട്ട് ആരുമില്ല. താൻ തന്നെയാണ് സർവജ്ഞൻ, താൻ തന്നെയാണ് കേമൻ, താൻ തന്നെയാണ് ധനാഢ്യൻ, എല്ലാവരിലും സമ്പന്നൻ താൻ തന്നെയാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ക്ഷയിച്ചുകൊണ്ടിരിക്കും. അത് കൂടാതെ കണ്ട് കഴിക്കാൻ ഞാൻ കുറച്ച് പതിവായിട്ട് പോകാറുണ്ട്. ഇല്ലാന്നല്ല, എല്ലാ സമ്പത്തിന്റെയും മധുവന. അതാ നവനിധികൾക്കും നാഥനാണ് വരാൻ കാരണം. ഉച്ചകയമായിട്ട് ഞാൻ പുറപ്പെട്ടേക്കാം. നേരെ കുറച്ച് വൈകിയോ സംശയമുണ്ട്. പുറപ്പെട്ടപ്പോൾ ആരോ വരുന്നുണ്ട്. ആരാ? ഞാൻ പുറപ്പെട്ട സമയത്ത് അങ്കടാ കെട്ടിയിരിക്കുന്നത്. അത് നന്നായി. കുറച്ച് നേരം വഴി ഇങ്ങോട്ട് വരാം. ആലോചിക്കുക വരുന്നത്. ഞാനേ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയിട്ട് കൈലാസത്തേക്ക് പുറപ്പെട്ടതാ. ഇങ്ങോട്ട് വരാം. എന്താച്ചാ പറഞ്ഞു? ഇല്ല, മുഖം കാണിക്കാൻ വേണ്ടി. അത് മനസ്സിലായി. അവിടെ നിൽക്കാൻ വേണ്ടിയ വന്ന ഇവിടെ വിളിക്കൂ. ഇങ്ങോട്ട് വരാം. പറഞ്ഞ് ആരും പറയാനില്ല, ഞാൻ തന്നെയുണ്ട്. ഉള്ള ഉണ്ടെങ്കിൽ വരാം. അതല്ല, അവിടുത്തെ എന്താ കയ്യില്? ഇപ്പോ ഇല്ലാത്ത പുറമുളപ്പില് അധികം തന്നെ കളച്ച്, അധികം തന്നെ വെച്ച്, അധികം തന്നെ വളർത്തി വലുതാക്കി കുരച്ച് നല്ല എണ്ണത്തിൽ കേമായിട്ട്, എണ്ണത്തിൽ പൂർണ്ണനായിട്ട് നല്ല പഴുത്ത കൊല, വാഴക്കൊല. എന്നാലും കൊണ്ടാ നല്ല വിഷമുണ്ട്. ഒരു വിധം താങ്ങി പിടിച്ചിട്ടാ വരുന്നേ. ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും പെരക്കായതുകൊണ്ട് ഇതാക്കി പിടിച്ച് ബുദ്ധിമുട്ടിക്ക് വലുതായി. അവിടെ വെക്കാം. നല്ല വലിപ്പമുണ്ട്. സാധാരണ വാഴക്കൊല പോലെയല്ല, വലിപ്പമുണ്ട്. ഒന്ന് വെച്ചു. അപ്പൊ വയസ്സിന് ആലോചിച്ചു. പ്രത്യേകിച്ച് തിരുവള്ളക്കട വരുന്നത് സങ്കടം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സങ്കടമൊക്കെ കേൾക്കാം. ഞാൻ കൈലാസത്തിൽ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എന്ത് വർദ്ധിക്കാൻ പുറപ്പെട്ട സ്ഥിതിക്ക് ഇനി അത് കഴിഞ്ഞ് നീ കേൾക്കാൻ ഉദ്ദേശിക്കുള്ളൂ. നമുക്ക് വല്ലാണ്ട് മുഷിയൊന്നുമില്ലോ. മുഷിച്ചോട്ടെ, തന്റെ കാര്യം നേരാക്കണല്ലോ. അതെ, എന്റെ കൂടെ നിനക്ക് വരാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പുറപ്പെടാൻ വിരോധമില്ല. 2 ഉദ്ദേശം വെച്ച്. കാരണം താൻ പിന്നെ പുറപ്പെട്ട സമയത്താണല്ലോ ഈ കാഴ്ചയിട്ട് അതൊന്നും ഇല്ലാതെയുണ്ട്. എങ്കിലും വല്ലവർക്കും തോന്നിയ ഉണ്ടായി എന്നല്ലാതെ കണ്ട് എന്തൊക്കെ തന്നെ ഇവിടേക്ക് ഉണ്ടാവും എന്നല്ലാതെ കണ്ട് ഒക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എന്താണോ? ഇവിടെ കാഴ്ച വയ്ക്കുക. നമ്മൾ ചെറുത് കിട്ടിയത് വാങ്ങിക്കാൻ മുട്ടിയത് വെറുതെ കിട്ടണല്ലേ? അതല്ല, അത് ഭഗവാന്റെ അടുത്തേക്ക് പുറപ്പെട്ട സമയത്ത് ആ പഴക്കൊല അത് കണ്ടാലും കേമാണ്. വലിപ്പമുണ്ട്. എന്നാ അത് ഭഗവാൻ ആയിക്കോട്ടെ എന്ന് വൈശ്വരൻ മനസ്സിൽ വിചാരിച്ചു. ഞാനീ കൊണ്ടുപോയാ എടുത്ത് പൊന്തിക്കാൻ ഭാവിച്ചു. നല്ല ഭാരമുണ്ട്. വൈശ്വരനാണ് പഴക്കൊല ചുമന്നിട്ടുള്ള പരിചയമുണ്ട്. താങ്ങിപ്പോ അടിയൻ വിഷമമില്ലെങ്കിൽ, ഇവിടത്തേക്ക് വിരോധമില്ലെങ്കിൽ അടിയൻ കൂടെ വരാം. സന്തോഷമായി. കാരണം കുറച്ച് ഭഗതി കൊണ്ടുവരാം. നീ ഇങ്ങനെ എവിടെയാണ് പറയാൻ എനിക്ക് പുറപ്പെടുക സഹായിക്കാൻ വേണ്ടി ഒന്നിച്ച് അവിടെ ഹേമായിട്ട് കൽപ്പിച്ചിരിക്കുക ചെയ്യാം. സഹായം നടത്തേക്കുന്നത് നിങ്ങളെ സഹായിച്ചാൽ കൊണ്ടുവെക്കാൻ പറ്റുമോ? എന്താ ഒക്കെ വണ്ടി മനസ്സിലാക്കണം. കിഴിപ്പൊട്ടൊക്കെയല്ല പറഞ്ഞ ചോക്കെ പറഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലാണ്. അത് എടുത്തു. അവനാണ് അനായാസമായിട്ട് എടുക്കാൻ സാധിക്കും. സന്തോഷമായി. ഇത്തിരി താമസമായി. നല്ല സന്തോഷം. വരെ പുറപ്പെടാം, സംശയിക്കണ്ട. നീ പൈസ നേരെ മുമ്പിലേക്ക് കൈലാസത്തിലേക്ക് തൊട്ട് പിന്നാലെ കാഴ്ചയായിട്ട് കൊണ്ടുവന്ന വിദ്വാനും ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ടേ. യോഗ്യം പറയാൻ യോഗ്യനാണല്ലോ. മുഷിയത് കിട്ടോ? ആലോചിക്കരുത്.
പ്രശ്നമുണ്ടോ? ഞാൻ വാങ്ങിച്ചാൽ പിടിക്കാം. ഞാൻ വാങ്ങിച്ചാൽ പിടിക്കാന്ന് അവൻ എന്റെ സമയം നോക്കിയെടുക്കണമല്ല, അത് ഞാൻ അവന്റെ സമയം നോക്കിയെടുക്കണമല്ല. എല്ലാവരും നിർത്തിയില്ലോ. ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുകയാണ്. കൂടെയുള്ള ആൾക്ക് ഉത്സാഹം ഉണ്ടാവാൻ ഞാൻ പിടിക്കണോ, എന്ത് പിടിക്കണോ, ജോലിക്കലേ വിളി വേണ്ട അത് കേൾക്കണം. ഇങ്ങനെ ഒന്നുണ്ട് ഞാൻ പിടിക്കണോ, വേണ്ട, അല്ല ഉണ്ടെങ്കിൽ ഇല്ല, ക്ഷീണുണ്ടോ, കുറച്ച് നേരം നടക്കണമെങ്കിൽ ഞാൻ പിടിക്കാം. ഇടയ്ക്കിടയ്ക്ക് മുഷിപ്പിക്കാണ്ട് കഴിക്കുന്നുണ്ട്. ഇത് കൊണ്ടുവരാം. ഈ പ്രധാനപ്പെട്ട വ്യക്തിയെ കൂടെ കൊണ്ടുവരുമ്പോൾ ചെയ്യാട്ടോ, മുമ്പത്തെ പോലല്ല. ശിഷ്യനായിട്ട് വേണമെങ്കിൽ അടിയെ എപ്പോഴും കൂടെ വേണമെങ്കിൽ വരാം. കാണിക്കൊണ്ടേ ഒക്കെ ജോലി പറഞ്ഞാൽ അങ്ങോട്ടും കൂടും ആലോചിക്കാൻ കഴിഞ്ഞു. വലിയ വലിയ കേവന്മാരായിട്ടുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും തരാമെന്ന് കുറച്ച് പ്രയാസമാണല്ലോ. ക്രമത്തിൽ സഞ്ചരിച്ച് കൈലാസത്തിന്റെ ഗോപുരത്തിന്റെ ദ്വാരപ്രദേശത്ത് എത്തിരും. ഇവിടെ എത്തിയപ്പോഴാണ് ഭഗവാനെ എത്തിക്കാണല്ലോ പോണത്. താൻ വളരെ സന്തോഷമായിട്ട് പതിവായിട്ട് വരാറുണ്ട്. എന്നാൽ ഇന്ന് കാഴ്ചക്കൊല കിട്ടിയപ്പോൾ അത് ഭഗവാനെ സമർപ്പിക്കാം നിശ്ചയിച്ചിട്ടാണല്ലോ അവനെയും കൂടെ കൊണ്ടിട്ടുണ്ടായി. ഇനി അവനെ കൊണ്ട് ചുമപ്പിച്ച് താൻ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് വന്ദിച്ച് അവിടെ വെച്ചേക്ക് എന്നൊക്കെ പറയുന്നത് അനൗചിത്യം. അവിടെ എത്തിക്കഴിഞ്ഞാൽ വാഹനയിലും വേണ്ടി അത് അവിടെ നിന്ന് ഇങ്ങനെയാണ് വരുന്നത്. അല്ലാണ്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരുമ്പോൾ കേമായിട്ട് ഊട്ടായിട്ട് തന്നെ പോലെ കേമനായിട്ട് ആരുമില്ല, ആ രൂപത്തിലെല്ലാം വേണ്ട. താൻ ഇപ്പോഴും ഭക്തം തന്നെയാണല്ലോ. എന്നാൽ അവൻ്റെ നിന്ന് താൻ മേടിച്ചേക്കാം. ഗോപുരത്തിന്റെ അവിടുന്ന് ഭഗവാന്റെ സന്നിധിക്ക് കുറച്ച് ദൂരമുണ്ട്. നമുക്ക് വഴി കുറച്ച് ഇറക്കവും കുണ്ടും കുഴിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ പരിചയമില്ലെങ്കിൽ ഭാരം ചുമക്കണമാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. കാരണം കിഴിപ്പെട്ടന്നെയാണ്. ചിലപ്പോൾ കാലം അപകടമായി കഴിഞ്ഞാൽ വിഷമ. പരിചയം ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ചേക്കേ. എന്താ നീ നോക്കണത്? കഷ്ടിച്ച് നോക്കാതെ കേട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കിയാലേ മനസ്സിലാവുള്ളൂ എങ്ങനെയൊക്കെയാ കൊണ്ടുപോകണമെന്നൊക്കെ. സൂക്ഷിക്കുന്നുണ്ട്. കുറച്ച് മാറ്റിയിട്ടുണ്ട്. മുഖത്തൊക്കെ കാണണ്ടേ. കുറച്ച് പേടിയോ പരിഭവം എന്തൊക്കെയാ തോന്നുന്നത്. കാരണം സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ആലോചിക്കരുത്. അവിടെ വെച്ചേക്കെ അർത്ഥം കാണിക്കുന്നത് അപകടം കാണിക്കുന്നത് ലോകിയായിട്ട് വലിയ ഗെയിമായിട്ട് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്. തനിക്ക് തന്നിട്ടുള്ള കാഴ്ചക്കൊലയാണ്. അത് കഴിഞ്ഞാൽ തൊട്ട് അപകടമൊന്നും കഴിക്കുന്നത് ചിലപ്പോൾ ചില ആ എണ്ണറ്റ വീട് പോയി കഴിഞ്ഞാൽ വിഷമം. അവിടെ വെച്ചേക്കെ വെച്ചേക്ക് അല്ല അടിയൻ വേണ്ട വേണ്ട, ഞാൻ തന്നെ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കാം. മാറ്റി നിർത്തി ആ വലിയ എണ്ണത്തിൽ പൊണ്ണനായിട്ട് പുറമുളപ്പിൽ താൻ തന്നെ പോഷിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള കുഴപ്പമില്ല കൊണ്ട് നല്ല വലിപ്പമുണ്ടല്ലോ. അത് വൈശ്രവണൻ സ്ഥൂലിച്ച ശരീര വിചാരിച്ച പോലെ എന്താ തടി വല്ലാണ്ട് കൊണ്ടല്ലേ. കാരണം സുഖഭക്ഷണ വിശ്രമമുള്ളൂ. എരിശ്ശേരി, പുളിശ്ശേരി, ഉപ്പേരി, പഴമുറുക്ക്, വിഭവസമൃദ്ധമായിട്ടുള്ള ആചരസപ്രധാനമായിട്ടുള്ള ഗോരസപ്രധാനമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, സുഖമായിട്ടിരിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ നടക്കാനും കുറച്ച് പ്രയാസമുണ്ട്. അതും വലിയ ചുമക്കാൻ പറ്റിയിട്ടുള്ള ഭാഗത്തിനുള്ള വലിയ പഴക്കുടി കൂടി ആകുമ്പോൾ ഒന്നാമത് കുറച്ച് പ്രയാസം. ആകി പിടിച്ച് ഒരു ദിവസം പ്രയത്നിച്ച് കത്തിച്ച് ഇത് പരിചയമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് അധികം. ഒരു പഴക്കൊലക്ക് ഇത്രയൊക്കെ പറയാണ്ടോന്ന് ഇരിക്കുന്നതല്ല. വൈശ്രവണൻ ഈ ചുമക്കണല്ലേ. സാധാരണ ചുമട്ടുകാരൊക്കെ ഉണ്ട്. അവർക്കിപ്പോ എപ്പോഴും പരിചയമുണ്ട്. എവിടെയും വേണ്ടി എടുക്കുക അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വിഷമം അത് കാഴ്ച സമർപ്പിക്കാണല്ലോ. ഇപ്പൊ വേണ്ട പോലെ ഭക്തിയാദരപൂർവ്വം കൊണ്ടേ സമർപ്പിക്കുകയാണല്ലോ. അപ്പൊ കുറച്ച് പ്രയാസപ്പെട്ട് താങ്ങി കൊണ്ടുവന്ന് നേരെ ഭഗവാന്റെ അടുത്തേക്ക് എത്തുകയാണല്ലോ വേണ്ട. ഗോപുരത്തിന്റെ അകത്തേക്ക് കാലെടുത്ത് വെച്ചു. ഒരുവിധം പ്രയാസപ്പെട്ടിരുന്നേ. കാരണം കാലെടുത്ത് ഒന്നിക്കുമ്പോ വഴക്കൊല മുമ്പിൽ അതൊക്കെ ഒരുവിധം പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ കഷ്ടിച്ച് അകത്തേക്ക് വന്നപ്പോ ശ്രീമഹാഗണപതി ഞാൻ ചെവി ആട്ടിക്കൊണ്ട് അവിടെ നിൽക്കണ്ടേ. ധാരാളെ പതിവ് പോലെയല്ലോ വൈശ്രവൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. കയ്യിന് പഴക്കൊലയുണ്ടാ കണ്ടു. ഒന്നും തരായിട്ടില്ല. കണ്ണു മോറ് കണ്ട വല്ലാണ്ട് ആയിട്ടുണ്ട്. ഒന്നും കഴിക്കാത്ത ജാതി അതുകൊണ്ട് കണ്ട എപ്പോ നോക്കിയാലും അങ്ങനെയാണല്ലോ. വൈശ്രവണ 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 എന്താ കയ്യില്? കയ്യിലെന്താ പഴക്കൊല കണ്ടാ കയ്യിൽ പഴക്കൊലറിയില്ലേ? പിന്നെ ആദ്യം എന്താ കയ്യിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ പറയാൻ പറ്റും. ഈ വലിയ വലിയ കേവന്മാരായിട്ടുള്ള ആളുകളുടെ മക്കളൊക്കെ ആകുമ്പോൾ പകനുണ്ടേ. മുഖ്യന്മാരുടെ മക്കളോട് പറയുമ്പോൾ സൂക്ഷിക്കണം. എന്തും പറയും തിരിച്ച് തർക്കത്തിലൊക്കെ ഉണ്ടാവും. നിർത്തിയില്ല കേൾക്കണ്ടോ ഇല്ലോ പറയാണ്ടിരിക്കാനും വയ്യ. വൈശ്രവണ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചോളൂ, ഞാൻ കൊണ്ടുപോവാം. നല്ല പാകായി ഈ സാധനയോട് വെച്ച് പോയി കഴിഞ്ഞാൽ. കാരണം കാഴ്ചയാണ് അച്ഛൻ കൊടുക്കാതെ തന്നെയാണ്. അവിടെ പോയി കണ്ടാൽ മതി. കാഴ്ച കൊടുക്കുന്ന ആളുകൾക്ക് അങ്ങനെ സമ്പ്രദായം ഉണ്ട്. വലിയ വലിയ കാഴ്ച വസ്തുക്കളൊക്കെ ആകുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഗൃഹനാഥൻ കണ്ടു കഴിഞ്ഞാൽ സമാധാനം. ചിലപ്പോൾ തിരക്ക് കാരണം കൊണ്ടേ കൊടുക്കാൻ വിഷമമുണ്ടാവും. അപ്പോൾ തനിക്ക് വയ്യായിട്ട് നടക്കാൻ ചെയ്യാനുണ്ടാവും. അപ്പം അങ്ങനെയോ അതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ ആരാത് ഇത് നടത്തപ്പോൾ ടോയ്ലറ്റേക്ക് അവിടെ കൊണ്ടുപോയിട്ട് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. ഞാൻ തന്നെ വന്നേച്ചേക്കാൻ വയ്യാണ്ടാണോ വരാത്തതെന്ന് പ്രത്യേകം പറഞ്ഞു. ഓ എന്ന് പറഞ്ഞ് വിട്ടുവെച്ചാലും സമാധാനം ഉണ്ടാവില്ല. കാരണം അദ്ദേഹം തന്നെ കണ്ടു ഇന്ന ആളെ ഇന്ന വ്യക്തിയാണെന്നൊക്കെ മനസ്സിലായി തിരിച്ചറിഞ്ഞാൽ തന്നെ കാരണം അത് ഇതിന് സന്തോഷമാവണം. അത് തന്നെയാണ്. ഇപ്പൊ ചിലപ്പോ താൻ പോയി
പോയിട്ടില്ലെങ്കിൽ വല്ലവരെ കൊണ്ടും പറഞ്ഞേൽപ്പിച്ചിട്ട് സമർപ്പിച്ചാൽ തന്നെ ആരായിരുന്നു അവിടെ ഇന്നാളായിരുന്നു, വേറെ ആരും ഉണ്ടാവില്ലേ ഇന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം സംഭാഷണം ചെയ്യുന്നത് അല്ല എന്നിട്ടോ കൊണ്ടു വെച്ചു. അപ്പൊ ഇന്നാളാന്ന് മനസ്സിലായി, ഞാൻ തന്നെയാണെന്ന് പറഞ്ഞില്ലേ, മേടിച്ചു വെച്ചോ, മേടിച്ചു നോക്കി അദ്ദേഹം തൊട്ട് നോക്കി, സന്തോഷം, തൊട്ട് നോക്കി, സന്തോഷമായി. അപ്പൊ ആ സന്തോഷം എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റും? അതല്ലാതെ കണ്ട് അവിടേക്ക് വെച്ചേക്കെ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് അറിയാം. അനവധി എണ്ണത്തിന്റെ കൂട്ടത്തിൽ തന്റെ ഈ കാഴ്ചയും കണക്കാക്കിയിട്ടില്ലെങ്കിൽ ഇതിൽ വിഷമാണ്. അപ്പൊ അതന്നെയാണ് കാഴ്ച സമർപ്പിക്കുമ്പോ, കാഴ്ച ആർക്കാണോ സമർപ്പിക്കുന്നത് അദ്ദേഹത്തിന്, ആരാണോ സമർപ്പിക്കുന്നത് അദ്ദേഹം നേരാവണ്ണം പോലെ കുറെ നേരമായി നമുക്ക് കൈ മാറുക ഭേദം എന്നുവെച്ചാൽ അവനോട് തന്നെയാണ് വേണ്ടി കാര്യമില്ല, വല്ലവർക്കും കൊടുക്കാനുള്ളതല്ല. ഓ സമാധാനം കൊടുക്കേണ്ടതാണെങ്കിൽ സമാധാനം ഇത് അവനോന്റെ ആകുമ്പോൾ കുറച്ചധികം നിഷ്കർഷ ഉണ്ടാവില്ല. ഒരാൾക്കും കൊടുക്കേണ്ടതാണെങ്കിൽ ഇത്ര നിഷ്കർഷ ഉണ്ടാവില്ല, സാധാരണയാണല്ലോ. താങ്ങി പിടിച്ചു വേഗം വൈശ്രവണ ചെവി ആട്ടിക്കൊണ്ട് ചുമ്പി കുറച്ച് പരിഭവമുണ്ട്. വൈശ്രവണം എന്താ വെച്ചാൽ ഈ പഴക്കൊല കൊടുക്കാൻ വയ്യാണ്ടല്ല, ഭഗവാനെ തിരുവുള്ളക്കട അവരുടെ അദ്ദേഹത്തിനെ കാണിപ്പിക്കുക. ഇത് കണ്ടു കഴിഞ്ഞിട്ട് വിട്ടുപോയാലും വിരോധമില്ല. വൈശ്രവണ വല്ലാണ്ട് ക്ലേശിക്കുന്നുണ്ടല്ലോ, ഞാൻ സഹായിക്കാം. അല്ല സഹായി ഒരുവിധം അതേ തന്നെ പരിഭവമുണ്ട്, നടക്കാൻ കുറച്ച് വിഷമം, സ്ഥൂലിച്ച ശരീരം, അല്ല ഭാരമുള്ള കുഴപ്പമില്ല, ഒന്ന് താങ്ങിയിട്ടാണ് നടക്കുന്നത്. ഒന്നും കൂടി അടുത്തിങ്ങനെ എത്തിയില്ലാതെ ആ ഉണ്ണിഗണപതി കുറച്ചധികം പരിഭവിച്ചുകൊണ്ടേ കഴിക്കാൻ വേണ്ടിയിട്ട് അധികം പൈസ വേണ്ടി ഒന്ന് കളിച്ചു കൂട്ടാൻ വേണ്ടി അടുത്തേക്ക് മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്ത് ഭക്ഷിച്ചെങ്കിലോ അരുത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെയുണ്ട്, കാഴ്ച കൊണ്ടുപോയി അവിടുത്തെ മക്കളോ ചിലപ്പോൾ പഠിച്ചിരിക്കണോ എടുത്ത് അത് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ എണ്ണം കുറയും, മാത്രമേ കൗതുകം നഷ്ടപ്പെടും. അത് വേണ്ടാന്ന് നിശ്ചയിച്ച് ഒന്ന് പരിഭവിച്ച് നടക്കാൻ വയ്യെങ്കിലും ഒന്ന് സ്ഥൂലിച്ച ശരീരം കൂടി ആവുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നത് അത് വർണ്ണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിനെ. വൈശ്വണ്ണാവുക, വലിയ കുഴപ്പമില്ലാവുക, കാല് വെച്ച് അങ്ങനെ മുമ്പോട്ട് ധൃതിയിൽ പോകുമ്പോഴത്തെ ആ പരിഭവമൊക്കെ പാടി ക്രമത്തിൽ സഞ്ചരിച്ച് ഏകദേശം ഭഗവാന്റെ തിരുസന്നിധിയിലെത്തിയോ. എത്തിയപ്പോ ഞാൻ കണ്ടു സമാധാനം. ഇപ്പൊ താഴത്ത് വെക്കാം. വൈശ്വണ എന്ത് കഥ, എന്താ പ്രത്യേകിച്ച് താഴത്ത് വെച്ച് പതുപോലെ അഭിവാദ്യം ഏറാന്ന് പറഞ്ഞ് നോക്കിയപ്പോ എന്താ ഉണ്ടായിരുന്ന എവിടെ താങ്ങി കൊടുക്കുന്നത് കാണാല്ലേ? ഇവിടെ നോക്കി കാണാല്ലേ? നേരം പോയിണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ല. ഒന്ന് പരിഭവിച്ചു വൈശ്രവണി നോക്കിയപ്പോ ചെവി ആറ്റിക്കൊണ്ട് നിൽക്കുക. കേട്ടോ അറിയാത്ത മാതിരി അച്ഛൻ്റെ പിന്നാമ്പുറത്ത് കണ്ടാ തോന്നില്ലേണ്ടോ? നിങ്ങൾക്ക് ശ്രദ്ധിക്കാനില്ല, ഒന്നും അറിയാത്ത രൂപത്തിൽ കേട്ടിട്ടുണ്ട്. പഴം ഇഷ്ടമുള്ള ആളുകൾ പഴം തിന്നുക, ചിലപ്പോൾ പഴം തിന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അധികമുള്ള ആളുകൾ ചിലപ്പോൾ പഴത്തിൻ്റെ തോല് പഴത്തോട് ഇഷ്ടമുള്ള ആള്. ഇതിങ്ങനെ സംഭവം ഉണ്ടായില്ല എന്നുള്ള രൂപത്തിലാണ്, ഒന്നും അറിയാത്ത രൂപത്തിലേ. എന്താ വലിയ വാത്സല്യാണോ അദ്ദേഹത്തിന് ആരോഗ്യവും എല്ലാം പറഞ്ഞാൽ നിവൃത്തിയിരിക്കും പറയാൻ പറ്റും. കാരണം താത്തവരും ബുദ്ധിമുട്ടിക്കൊണ്ടെന്താ ഇപ്പൊ കാണാനേ. എന്താ വൈശ്രവണ? അല്ല അടിയൻ കാഴ്ച സമർപ്പിക്കണ്ടായി. ഞാൻ കണ്ടു, അതിപ്പോ കാണാനില്ലാത്തോണ്ട് അടിയനും അത് വൈശ്രവണ പരിഭവം. അത് വല്യുണ്ണി ഉണ്ണിത്തമ്പുരാൻ വല്യുണ്ണിന് ഭക്ഷിച്ചു. ഒന്നും അറിയാത്ത മാതിരി ഇരിക്കണ്ടോ, വല്യുണ്ണി ഭക്ഷിച്ചു. ഇതൊക്കെ വെറുതെ പറയാ. ഈ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ ഈ മക്കളെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കേ, പലരും വന്നാലേ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ടെന്നൊക്കെ പറയും. സാധാരണ ഉണ്ട്. എന്താ വയസ്സോടെ പരിഭവിക്കണത്? അടിയനകല് ഇവിടെ വരൂ. എന്താ അവിടെ മറന്നിട്ട് മുമ്പിലേക്ക് വരൂ, ഇവിടെ വന്നിരിക്കൂ. അച്ഛാ നല്ല വിശപ്പുണ്ടൊന്നും കഴിക്കണ്ടായി. ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എന്തൊക്കെ വേണിച്ചാണല്ലോ. കഴിച്ചില്ല പറഞ്ഞാൽ പോഷകാവും. പിന്നെ എന്താ വിശപ്പുണ്ടാ പറഞ്ഞ? അച്ഛാ കഴിച്ചൊന്നും മുഴുവൻ ഓർമ്മയില്ല, എന്നാലും ഓർമ്മയിൽ കേൾക്കട്ടെ വിഷമം കേട്ടുള്ളൂ. പിന്നെ കേട്ടില്ല പറയുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കി പറയാണ്, എനിക്ക് മുഴുവൻ ഓർമ്മയില്ലാവില്ല, ഉണ്ണിക്കും ഓർമ്മയില്ല. അപ്പോഴും എന്തൊക്കെ കഴിക്കണ്ടായിട്ടില്ല. അതിൻ്റെ വകയാണ് എന്തൊക്കെയാ വേണ്ട പോലൊക്കെ ചുമതല കൊടുത്തിരിക്കുകയാണ്. എല്ലാ ദിക്കിലും ഒരു കുറവുണ്ടാവുക ശ്രദ്ധിക്കണം വേണ്ടേ. പ്രാതലിന്റെ ഒട്ട് എത്ര കേമാൻ വേണ്ടി ഇതിൻ്റെ കാര്യം പറയേണ്ടതില്ല. ഒന്ന് പറയും കേട്ടെ. അച്ഛാ ഓർമ്മയില്ല, നല്ല ഓർമ്മയുള്ളത് 10,000 കെട്ട് കരിമ്പ് കിടവും വിളിച്ചു നിൽക്കണ്ട. ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം. കാരണം ഞാനല്ല പറഞ്ഞു, ഉള്ളിനെ പറഞ്ഞത്. എന്നിട്ട് 10,000
കൊലപ്പഴം 10,000 കൊലപ്പഴം ഐശ്വരം കേട്ട കാര്യം നമ്മളാണ് എപ്പോഴും 1000 നാഴിയുടെ അപ്പം പിന്നെ 2000 നാഴിയുടെ അടയ്ക്ക് കുറച്ചും കൂടി മധുരം വേണമെന്ന് സംശയമുണ്ട്. കാരണം ഈ നേരെ കൊണ്ടൊക്കെയിരിക്കുന്നു. ഇത് എത്രയൊക്കെ എണ്ണ വെച്ചാൽ അട അസലായിട്ടുള്ള കാര്യം വേണമല്ലോ. അപ്പം ഇങ്ങനെ ബിസ്കരിക്കുന്നില്ല കാര്യം വേണമല്ലോ. ഒരു കഷ്ണം വേണോ കൊടുക്കുമ്പോൾ വേണ്ട പോലെ കൊടുക്കാൻ ബാക്കി അതിന് വേണ്ടാത്ത സാധനം കൊടുക്കണമല്ല ആവശ്യമുണ്ടോ പറയുമ്പോൾ ആലോചിച്ചിട്ട് കാര്യം. അപ്പം അല്ല അപ്പാണ് അല്ല ഇപ്പോൾ വിഷയമുണ്ട് ഏമാണ് ഒരു കഷ്ണം ഉണ്ടോ ഇല്ലയോ സംശയം. ഈ യോഗ്യന്മാരെല്ലാം ചോദിക്കുന്നുണ്ടാവില്ലേ ഈ നേരത്തെ. കാരണം കാര്യം വരുന്നത് അപ്പത്തിന്റെ കഷ്ണം ഉണ്ടോ സംശയം. അട കേമായിട്ടുണ്ട്. എന്നാൽ ഈ അപ്പത്തിന്റെ മധുരം കുറച്ച് കമ്മിയാക്കിയിട്ട് അടയിൽ കുറച്ച് ആവാമെങ്കിൽ തോന്നിക്കും. എന്നാൽ 2000 നാഴിയുടെ അടിയും 1000 നാഴിയുടെ അപ്പം പിന്നെ കദളിപ്പഴം പിന്നെ കൊട്ടത്തേങ്ങ 10,000 കൊട്ടത്തേങ്ങി. ഇതൊക്കെ ഇങ്ങനെ പറയിപ്പിക്കാൻ സാധാരണ അതെ വിശേഷ ദിവസം ശ്രദ്ധിക്കണം. അബദ്ധാവിരുദ്ധ സൂക്ഷിക്കേണ്ട കൊണ്ട് കാര്യമില്ല. അധികം അബദ്ധാവിരുദ്ധ സമാധാനമായി. എന്താ ഒക്കെ പറയാൻ പറ്റില്ല. എല്ലാവരും വരുമ്പോൾ വീട്ടിലുള്ള ആളുകളൊക്കെ വരിക. എന്തൊക്കെ സുഖലിരിക്കുമ്പോൾ എന്താ കഴിക്കണ്ടായി ചോദിക്കും. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അഷ്ടിക്ക് വഴി ഉണ്ടാവില്ല. അതിന് ഊറ്റം സ്ഥായി ഭാവം നിലനിർത്താൻ വേണ്ടി പറയുമല്ലോ. അത് കഴിച്ചു അടുത്തത് കഴിച്ചു ഇങ്ങേപ്പുറത്തെ കഴിച്ചു ഇപ്പം കഴിച്ചുള്ളൂ. അത് ഞാൻ അവിടെ വെച്ച് കഴിക്കണ്ടായി. ഇങ്ങനെ കിടാങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുന്ന സമ്പ്രദായക്കാരുണ്ട്. അതുപോലെ ഈ ധനാഢ്യന്മാരുടെ സമ്പ്രദായം അത്രയുണ്ട് അതുണ്ട് അതുപോലെ എന്തൊക്കെയോ ഒന്ന് ധരിപ്പിച്ചിരിക്കാറുണ്ട്. 10,000 കെട്ട് കരിപ്പൊക്കെ വിശ്വസിക്കാൻ ഭാഗ്യം പറയാൻ കേൾക്കില്ല. നല്ല വിഷമുണ്ട്. അതുകൊണ്ട് അതെ വിഷമണ എന്താ പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ലോ കേട്ടില്ലേ. ഇതൊക്കെ ഉണ്ണി പതിവായിട്ടുള്ള ഉണ്ണിയുടെ വൃക്ഷം മാറ്റാൻ വിഷമ. കാരണം അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കഴിക്കും. അതൊക്കെ സമ്പ്രദായമാണ്. അതുകൊണ്ട് പരിഭ്രമത്തിനും വേണ്ട. പഴം ഞാൻ കണ്ടു പഴക്കൊല കണ്ടു സന്തോഷമായി. പ്രത്യേകിച്ചും പിന്നെ എന്താ അല്ല അടിമയെ കണ്ട് മുഖം കാണിക്കാൻ ഒരു യുദ്ധം വന്നപ്പോൾ അവൻ്റെ എന്തോ കാര്യസാധ്യം ഉണ്ട്. ഇപ്പം അങ്ങനെയുണ്ടല്ലോ. കാര്യസാധ്യമാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കണേ. മുമ്പ് അങ്ങനെയൊന്നും വേണ്ട. എന്തായാലും കാര്യസാധ്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആരെയും നടന്നു വെച്ചാൽ ഉദ്യോഗം കൊടുക്കണം. അത് കൂടാണ്ട് കിട്ടിയത് നല്ല കാലം വേണ്ട വേറൊന്നും പറയല്ലേ. കാരണം അതെല്ലാം കൊടുക്കാറുണ്ട്. ഞാനും വന്നാലിക്കണ്ടേ. കാരണം എനിക്കിങ്ങനെ കിട്ടുന്നിരിക്കണ്ടായില്ല ഈ വലിയൊരു കാഴ്ച. അത് വിചാരിക്കേണ്ടതല്ല. ഒന്നും കൊടുക്കാതെ കണ്ട് നല്ലാതെ കണ്ട് കിട്ടിയ സ്ഥിതിക്ക് പോയി എന്താ വേണ്ടത്. ഞാൻ എന്നോട് പുറപ്പെട്ട സ്ഥിതിക്ക് അതുകൊണ്ടാണ് അധികം സന്തോഷമായിട്ട്. കാരണം അങ്ങനെ ആർക്കും കൊടുക്കപ്പെടില്ല ഉള്ള കാര്യങ്ങളല്ലോ. വല്ലതും കിട്ടിയാൽ മേടിക്കുന്നല്ലാതെ കണ്ട് വേണ്ടിയ അതുകൊണ്ട് തന്നെ ഞാൻ കിട്ടിയ സാധനം ഇവിടെ വെച്ച് ഇവിടെ തന്നെ തരാന്ന് വെച്ച് വേറൊന്നും നല്ല സന്തോഷമായി. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പതിവ് പോലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അധികം വധിച്ച് വൈശ്രവണൻ യാത്രയായപ്പോൾ ശ്രീ മഹാഗണപതി അവിടെ നിൽക്കണ്ടേ പിന്നാലെ പുറപ്പെട്ടു. കഴിക്കാനുള്ള പോക്കാത്തതുകൊണ്ടാണ് അത് കഴിച്ചതുകൊണ്ട് ആദ്യം കഴിക്കുമ്പോൾ സമ്പ്രദായം. കാരണം ഇഷ്ടംപോലെ ഉണ്ട്. കഴിക്കുകയും ചെയ്യാം. കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാം. കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കഴിക്കാം. കഴിഞ്ഞാൽ പിന്നെയും കഴിക്കാം. കൊടുക്കാനത്തെ ഒന്നും പറയലുണ്ടാവൂലി. കേരളത്തെ ഇങ്ങനെ പറയുക കിട്ടാൻ വിശപ്പുണ്ട്. അച്ഛാ പറഞ്ഞ ആ സങ്കടം ഉറക്കം വിളിക്കണം. അച്ഛാ വിശപ്പുണ്ട്. നേരത്തെ ഭക്ഷണം കൊടുക്കാതെ സംശയം വഹിച്ചുകൊണ്ടില്ലേ. എന്താ നേരത്തെ ഭക്ഷണം പ്രാതൽ എത്ര മതി. അതിന് പ്രാതൽ കഴിക്കാനുള്ള സമയമാണല്ലോ. എന്തെങ്കിലും കൊടുത്തേക്കാം. ആരും സമ്പത്തിൻ്റെ കൊണ്ട് കാര്യമില്ല. ഇത് ചെലവഴിക്കുക ആവശ്യമില്ലാണ്ട് ദുർവ്യയം ഒരു പതിവില്ല. ഞാൻ ആലോചിച്ചു എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ദുർവ്യയം വേണ്ട. ആദ്യം ഒത്തിരി ഒന്നും കഴിച്ചില്ലേ. ഒരിടത്തെ ഒത്തിരി വെച്ചപ്പോൾ നല്ല കൗതുകണ്ട കാണാൻ ഞാൻ വിളിച്ചുകൊണ്ടുകൊണ്ട് എന്തായാലും വലിയ കൊടുത്തേക്കാൻ നിശ്ചയിച്ചു. സംശയം തോന്നിട്ടില്ല. അതന്നെയാണ് ഇങ്ങനെ പിന്നെയും വീണ്ടും പോവാണ്ട് കിടന്ന പോകുന്നത്. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കന്നെ വേണേ. എന്താ വേണ്ട. എന്താ വൈശ്വണ കിടന്ന് പോവാതെ വേറെ പോലും പറയാണ്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാ അങ്ങനെയാവാം. പതുപോലെ ഭഗവാൻ പുറപ്പെട്ടു. ഫർമസിക്ക് പോകേണ്ടതില്ലോ. ഓക്കെ പുറപ്പെട്ടപ്പോഴാണ് ഒരിടത്ത് ബ്രാൻ നോക്കിയപ്പോൾ എന്താ ടൈമില്ല. കുറച്ച് പിശുക്കൊക്കെ തനിക്കുണ്ട്. ധാരണയുണ്ട്. ഭാഷയുണ്ട്. പിശുക്കുണ്ട്. പിശുക്കൊന്നുമില്ല. വേണ്ടോർത്ത് എന്തിനാവശ്യമില്ലാതെ ചിലവാക്കാൻ മാത്രമേ ഉള്ളൂ. കൊടുത്തേക്കാം. അല്ലാണ്ട് പരിഞ്ഞി കിട്ടാനിട്ടാണ് കൊടുക്കാനിട്ടാണോ ശരി. ആ പ്രകൃതം എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാ കൊടുത്തേക്കാം. എന്താ വയസ്സോണ
അതെങ്ങനെ സംശയിക്കാണ്ട കാര്യം എന്താ എന്നോട് പറയല്ലേ? മുഖവര ആവശ്യമുണ്ടോ? ഞാനും വൈഷ്ണവിന് വേണ്ടിയിട്ടുള്ള ആളുകളല്ലേ? എന്താച്ചാ പറഞ്ഞോളൂ. അല്ല, ആരോഗ്യവും ശരിയാണ്, തീരുമാനിച്ചാണ് എപ്പോഴും ആരോഗ്യവും ശരിയാ. വൈഷ്ണവൻ അങ്ങനെ ആരോഗ്യമില്ല, അതുകൊണ്ടാണ് വേണ്ടിയിട്ടുള്ള ആളുകളാകുമ്പോൾ എന്തും തുറന്നു പറയുക, ആക്ഷേപം ആരോഗ്യം ഉണ്ടാവില്ല. എന്താച്ചാ പറഞ്ഞേക്കും. അല്ല അടിയൻ പറഞ്ഞോളൂ. വല്യുണ്ണി തമ്പുരാന് ഒരു നേരത്തെ അമൃതയത്ത് കൊടുത്താലോന്ന് നിരീക്കേ. അല്ല ഭാഗമായി വൈഷ്ണവണ, ഈ ഉണ്ണി തമ്പുരാന്റെ ഇത് പറഞ്ഞല്ലോ, ഈ വല്യുണ്ണിയുടെ ഈ സമ്പ്രദായം കണ്ട് വൈഷ്ണവന് വരാണ്ട് അബദ്ധം തോന്നിണ്ടെങ്കിൽ വെറുതെ അതാ അവന്റെ പ്രകൃതമാണ്, അത് ആർക്കും മാറ്റിയാൽ മാറുന്നില്ല. അല്ല ഞാൻ പറഞ്ഞിട്ട് വേണ്ടാക്കണ്ട, വൈഷ്ണവൻ അങ്ങനെ തോന്നിയതല്ലേ, വൈഷ്ണവൻ എന്നോടല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ മോഹൻ കഴിക്കോളൂ. ആലോചിക്കേ വെറുതെ വൈഷ്ണവ, വല്യുണ്ണിക്ക് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോ കിടാങ്ങളൊക്കെ ഒരുപോലെ തന്നെയാ, സുബ്രഹ്മണ്യനും ശാസ്താവും എന്താകും. ഇത് കേട്ടു. ഒരാളെ വിളിക്കുവച്ച സമ്പ്രദായമേ, പ്രത്യേകിച്ച് കേമായിട്ടൊന്നുമില്ല. അവിടുന്ന് ചെറിയ മാത്രം പ്രാതലിന് മാത്രമായിട്ട് ഇങ്ങോട്ട് എനിക്ക് അമൃതത്തിന്റെ കേമായിട്ടില്ല. വല്യുണ്ണിയുടെ പറഞ്ഞാളിന് ഒരു നേരം വേണോന്നാക്കി സംശയിച്ചു, വേണ്ടാന്ന് വെച്ചു. ഇവിടുന്ന് അടുത്തുള്ള ഇല്ലങ്ങൾ മാത്രം, അതിലത്തെ ഒരാളെ എല്ലാവർക്കും ഒന്നും വഴിയില്ല. ഞാൻ വിവാഹത്തിൽ കഴിക്കാൻ ഉപയോഗിക്കുന്നത് ശരിയാണ്, ഒന്നും നടക്കില്ല. അങ്ങനെ സമ്പ്രദായം അതുപോലെ അങ്ങനെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാവാ. കിടാങ്ങൾ എനിക്കിപ്പോ എന്താ വെച്ചാൽ കിടാങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണല്ലോ. അതുകൊണ്ട് വൈഷ്ണവൻ എങ്ങനെയാ നിരീക്കണേ അത്ര ഞാൻ പറയാനൊന്നും ആവശ്യമില്ല. ആ വിദ്വാന്റെ പ്രകൃതമാണ്. അതല്ല അവിടത്തേക്ക് തിരുവുള്ളക്കടാവിലും എനിക്കെന്താ തിരുവുള്ളക്കട വൈഷ്ണവൻ അങ്ങനെ മോഹനൊക്കെ ആവാം. വല്യുണ്ണി തമ്പുരാന് ഒരു നേരത്തെ അമൃതയത്ത് ആട്ടെ, അതിപ്പോ വല്യുണ്ണിക്ക് മാത്രമേ ഉള്ളൂ അതോ സുബ്രഹ്മണ്യനും ശാസ്താവിനും ശക്തി ആവശ്യമില്ലാതെ കൊണ്ട് ഈ വിദ്വാൻ അതിനൊക്കെ കാരണം ലിഖിതാക്കി നോക്കാൻ തോന്നുന്നില്ല. എനിക്ക് പറ്റി ഇനി എന്താ കാട്ട് ഇല്ല പറയാൻ പറ്റും. കാരണം കിടാങ്ങൾക്ക് 3 പേർക്കും ഉണ്ടോ അതോ വൈഷ്ണവ ഒരാളൊക്കെ തന്നെ ഉള്ളൂ. എങ്ങനെയാ വൈഷ്ണവ വിചാരിച്ച ചിലപ്പോൾ തന്നെയാണൊക്കെ പറഞ്ഞതൊക്കെ നാഴി ഈ വിദ്വാനം കൊണ്ട് നിറച്ചുനാഴി ഒഴിയും. നിറച്ചുനാഴി പിന്നെ ശാസ്താവും ഉണ്ട്, സുബ്രഹ്മണ്യം ഉണ്ട്. ഒരു 3 നാഴിയായി എപ്പഴ നിർത്തിയില്ലായിക്കോട്ടെ. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ. വെല്ലുവിളി തമ്പുരാന്ന് പറഞ്ഞേക്ക് 3 ആൾ കിടാങ്ങൾക്ക് 3 പേർക്ക് അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട്. അടിയൻ അവിടത്തേക്ക് വിരോധം എനിക്കെന്തായാലും പറഞ്ഞത്. അപ്പൊ കിടാങ്ങൾക്ക് 3 പേർക്കും കിടാങ്ങൾക്ക് 3 പേർക്കും ഇത്രയേ ഉള്ളൂ. അഹങ്കാരം നല്ലോണ്ട് ഭാഗാക്കണച്ചിട്ടാണ് വൈഷ്ണവ. ഞാൻ പറഞ്ഞിട്ട് വേണമല്ല, അല്ല വൈഷ്ണവന് വേണ്ടിയിട്ടുള്ള ആളാകൊണ്ട് തുറന്നു പറയണല്ലോ. ഈ വേണ്ടിയിട്ടുള്ള ആളുകൾ തുറന്നു വരിക സാധാരണ ഇതാണ്. അതിങ്ങനെ കൗളിച്ചു വെക്കുക, മനസ്സ് ഒളിപ്പിച്ചു വെക്കുക, അത് പൊതുവില്ല. കിടാങ്ങളൊക്കെ പുറപ്പെടുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും. അപ്പൊ കിടാങ്ങളെ കൊണ്ട് കാര്യമില്ല. എവിടേക്കാന്ന് വൈഷ്ണവന്റെ ഉടയ്ക്കാം. എന്താ വൈഷ്ണവനെ മാമൻ തരാന്ന് വേണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ മറിഞ്ഞു വീഴുവോ, നോക്കാൻ ആളുണ്ടാവുമോ? അമ്മയ്ക്ക് എപ്പോഴായാലും വിഷമം ഉണ്ടാവുമല്ലോ. കാരണം കുട്ടികളുടെ കൂടെ മാത്രമല്ല, കുട്ടികൾക്ക് കൂടെ പോകും അമ്മയ്ക്ക് മോഹം ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞു ആലോചിക്കുക വരുന്നത് വൈഷ്ണവന 3 കിടാങ്ങളോട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പാർവതിക്ക് എന്താ തോന്നുക? അവരുടെ കൂടെ പോകണമെന്നായിട്ട് തോന്നിയാലോ? തോന്നിയിട്ടില്ല. വൈഷ്ണവൻ വേണമെന്നല്ല ഞാൻ പറയുകയാണെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. ആ വിദ്വാന്റെ പ്രകൃതമാണ് വേണ്ടാക്കിയാന്നുള്ളത്. അതല്ല അതിന് കിടാങ്ങൾ 3 പേരെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞില്ലാന്ന് മാത്രമേ ഉള്ളൂ. ദേവി ഭഗവതി എങ്ങനെയായിട്ട് എഴുന്നോളണം ഉറപ്പിച്ചു. ഇതിന് മാറ്റമില്ല. വൈഷ്ണവ ഇവിടുന്ന് വൈഷ്ണവനോടൊക്കെ പാർവതി വല്യുണ്ണിയും സുബ്രഹ്മണ്യനും ശാസ്താവും ഭക്ഷണത്തിനായിക്കൊണ്ട് ഇവിടുന്ന് പുറപ്പെടുക അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ വൈഷ്ണവ ആലോചിക്കുക തുറന്നു പറയാ. കാരണം വേണ്ടിയിട്ടുള്ള ആളാവുകൊണ്ട് എനിക്കെന്തും പറയാലോ. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കാം, എല്ലാവരും ഞാനൊന്നുമില്ലാതെ കണ്ട് ഇവിടെ ഇരിക്കുമ്പോ ഞാൻ അവിടുത്തെ ഭക്ഷണം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഞാൻ അത്രയും ആലോചിക്കുന്നുണ്ടായില്ല. 3, 2, 5 നാഴി ഏർപ്പെടാം. ദിവസത്തിന്റെ ഫലമേ പറയാതെ. കാരണം ഞാൻ അത്ര ആലോചിക്കണ്ട. 5 നാഴി അരിയുടെ ആവശ്യമില്ലാതെ കൊണ്ട് ദുർവയും വെച്ചം കെട്ട് തള്ളാച്ചാലേ ആവശ്യമില്ല. ആ വിദ്വാന്റെ മുഖത്ത് കുപ്പി കൊടുക്കണമുണ്ട് ഒന്നും കഴിക്കാതെ ഈ യുദ്ധം കാരണം അതൊക്കെ പറ്റിയപ്പോ പണ്ട് ഞാൻ അബദ്ധത്തിൽ പരിഭവത്തിന് ശക്തിയുള്ള ഞാൻ പ്രത്യേകിച്ച് ഭഗവാന്റെ എഴുന്നള്ളത്തിന്റെ കാര്യം വിസ്തരിച്ച് പറഞ്ഞു. ഞാൻ മാത്രമേ ഉള്ളൂ. ഭഗവതി ഉണ്ടെങ്കിൽ ഭഗവാൻ ഉണ്ടാവുമല്ലോ. ശിവൻ ഉണ്ടെങ്കിൽ ശക്തി ഉണ്ടെങ്കിൽ ശിവണ്ട്. ഭഗവാൻ എന്തായാലും വേണം. അപ്പോ വൈഷ്ണവ ഞാനും പാർവതിയും കിടാങ്ങളും 3 പേരും വേണ്ടാക്കിയൊക്കെ എന്തിനാ ആവശ്യമില്ല. അല്ലെങ്കിൽ ദുർവ്യം ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇനി എന്തിനാ അവിടെ ആദ്യം അല്ല മോഹൻ തന്നെ വിരോധമില്ല. പക്ഷെ വേറൊരു അബദ്ധം ഇതൊന്നും
വേണ്ടാന്ന് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് വൈഷ്ണവ ആലോചിക്കാൻ വിടുന്നത്. ഞാൻ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഞാനും പാർവതിയും ഇടാന്നുകൊണ്ട് കൊണ്ട് പുറപ്പെടുമ്പോൾ ഇവിടെ കുറച്ച് പ്രവർത്തിക്കാരൊക്കെ ഉണ്ട്. ഭൃങ്കിയടി, സിംഹോദരൻ, കുംഭോദരൻ, നന്ദികേശ്വരൻ, അതിൽ തുടങ്ങി ബോധനങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ. അവർ ഇരിക്കും. ഭഗവാന്റെ എഴുന്നള്ളത്തുണ്ട്. ഭഗവാൻ മാത്രമല്ല ഭഗവതി ഉണ്ട്, കിടാങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളുടെ കാര്യമൊക്കെ മഹാബലിമല. അപ്പം അദ്ദേഹത്തിന് മുമ്പത്തെ പോലെയല്ല, പ്രവർത്തിക്കാരുടെ കാര്യമൊന്നും അത്ര വലിയ നിഷ്കർഷമൊന്നും ഇല്ലാതുകൊണ്ട് ഇവിടെയുള്ള അവൻ്റെ വേണ്ടിയിട്ട് ആൾക്കാരെ മാത്രം വിജയിക്കേണ്ടത്. ഇവിടുത്തെ പ്രവർത്തിക്കാരൊന്നും വേണ്ട പോലെ കാണില്ല എന്നൊരു ധാരണ അവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ വൈഷ്ണവ വേണ്ടാക്കിയ വിധം അതല്ല അവിടുത്തെ അല്ല അവർ പുറപ്പെടുകയാണെങ്കിൽ അവൻ എഴുന്നള്ളത്തെ വേണ്ട പോലെ ആവണം. വേണ്ട പോലെ അവരൊക്കെ പുറപ്പെടും. 1-2 അനവധിയുണ്ട് വേണ്ടാക്കിയ വിധം. ഇങ്ങനെയുള്ളൂ ഭൂതങ്ങൾ. ചിലത് കറുത്ത് ചിലത് വെളുത്ത് നോക്കണമെങ്കിൽ പൊക്കത്തേക്ക് നോക്കിയാലേ കാണും. ഉണ്ടോ ഇല്ലയോ സംശയം, ചിലത് കീഴ്ക്കൂട്ടൊക്കെ കാണുള്ളൂ. അങ്ങനെ പലതരത്തിൽപ്പെട്ട ഭൂതങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ പാടി പുറപ്പെടുകയാണെങ്കിൽ വൈഷ്ണവ ആവശ്യമില്ലാണ്ട് ദുർവ്യം വേണോ? അതല്ല, അടിയന് മോഹമുണ്ട്, ഒന്നാ അങ്ങനെയാവാം. പക്ഷേ വൈഷ്ണവ വേണ്ടാന്ന് പറയല്ല, ഞാൻ മുടക്കല്ല. ഞാനും പാർവതിയും കിടാങ്ങളും 3 പേരും ഭൂതഗണങ്ങൾ കൊണ്ട് കൈലാസത്തിന് പുറപ്പെടുമ്പോൾ ഇത് കാണും ദേവന്മാര്. 33 കോടി ദേവകള്, ഉപദേവകള് വേറെയുണ്ട്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അത് നോക്കുക, ഭഗവാന്റെ എഴുന്നള്ളത്ത് ഭഗവാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നമ്മളിന്നും ഭഗവാന് വേണ്ട, മുമ്പത്തെ പോലെ നമ്മളെ വിചാരമില്ല തോന്നുന്നുണ്ട് എന്നെങ്ങാനും അവർക്ക് തോന്നിയിട്ടല്ല. അപ്പൊ അവർക്കൊരു വിഷമം ഉണ്ടാവുകയാണെങ്കിൽ അല്ല, അവിടുന്ന് നിരീക്ഷണ പോലെ വേണം വൈഷ്ണവ. അപ്പൊ അവര് കാണുന്നാണോ വൈഷ്ണവിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഭഗവാനായി അല്ലേ? അവര് ദേവന്മാരെല്ലാവരും 1-2 അല്ല, 33 കോടി ദേവകളുണ്ട് വൈഷ്ണവ. ഉപദേവകൾ വേറെയുണ്ട്. ഇവരെല്ലാവരെയും കൂടി ഉത്സാഹിപ്പിക്കാൻ വേണ്ടി കുറച്ച് വിഷമിക്കുന്നത് കൊണ്ട് എങ്ങനെയാണെങ്കിൽ എല്ലാവരെയും കൂടിയും അങ്ങോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടനെയാണ് കുറച്ച് നേരം. അതല്ല അതിന്റെ ആഗ്രഹമാണ്. പക്ഷേ വൈഷ്ണവ ഈ ദേവന്മാരും ഭൂതഗണങ്ങളും ഞാനും പാർവതി കിടാങ്ങളും കൂടി കൈലാസത്തിന് പുറപ്പെടുമ്പോ അസുരകൾ കാണുമല്ലോ. അതാണ് എന്താ എന്ത് കേൾക്കണേ? അവിടുന്ന് ശബ്ദം കേൾക്കാണല്ലോ കേമായിട്ട്. ഭഗവാന്റെ എഴുന്നള്ളത്താ. അതെ വിളിക്കാം, വൈഷ്ണവനോട് വിളിക്കാം. എന്താ പ്രത്യേകിച്ച് വൈഷ്ണവനോടെ ഭക്ഷണം കേമായിട്ടുണ്ടെന്ന്. ഭഗവാൻ ഇപ്പൊ നമ്മളെ വലിയ വിചാരമൊന്നുമില്ല. അതാണല്ലോ അസുരകൾ 66 കോടിയാണ് ഭഗവാന്റെ ആണല്ലോ. എല്ലാവരും ഉണ്ട്. അത് എല്ലാവരും ഉത്സാഹിക്കേണ്ട കൂട്ടരാണ്. അവര് ഇത് കാണുമ്പോ അവരെ വിളിച്ചില്ല, അവരെ കൂടെ കൊണ്ടുപോയില്ല എന്നെങ്ങാനും അവർക്ക് തോന്നിയിട്ടല്ല. എന്തെങ്കിലും വേണ്ടാക്കിയല്ലേ വൈഷ്ണവ നല്ലത്. അതല്ല അവിടുത്തെ എഴുന്നള്ളത്ത് വേണ്ട പോലെയാണോ? അപ്പൊ അവരും അങ്ങനെയാണോ അടിയും ഉദ്ദേശിക്കുന്നത്? അധികം പറഞ്ഞാലും മാത്രമേ ഉള്ളൂ. അടിയന്റെ അവിടുത്തെ എഴുന്നള്ളത്ത് എങ്ങനെയാ അവർക്ക് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വേണം. വൈഷ്ണവ 1-2 33 കോടി ദേവകള്, ഉപദേവകള്, അസുരകൾ 66 കോടി, അതുപോലെ തന്നെ ഭൂതഗണങ്ങള്, അതുപോലെ തന്നെ പാർവതി, മക്കൾ ശ്രീ മഹാഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, ഞാൻ എല്ലാവരും കൂടി ഇവിടുന്ന് പുറപ്പെട്ട ആവശ്യമില്ലാതെ കൊണ്ട് വൈഷ്ണവ അതിനൊക്കെ അവിടെ സൗകര്യം എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമോ? പരമാവധി ത്രൈലോക്യവാസികൾ ഒന്നടങ്ങണ്ടാവും. ഇത്രയുള്ളൂ, അതിലധികം ഉണ്ടാവുമല്ലോ. അതൊക്കെ എൻ്റെ ഉണ്ട്. തിരക്കുണ്ടല്ലേ വിചാരിച്ചവരൊക്കെ എൻ്റെ ഉണ്ടെന്നാ ധാരണ. അഹങ്കാരത്തിന്റെ ശക്തി ഒന്ന് പാകാക്കാം. തന്റെ ഭക്തനാണല്ലോ. എന്നാ അങ്ങനെയാവാൻ എന്നാ ഉദ്ദേശിച്ചത്? ആലോചിച്ചു. കായ വെട്ടി പഴിക്കില്ല, വിറക് വെട്ടി കീഴി ഉള്ളണം. കുറച്ച് ദിവസമുള്ളൂ, 5-6 ദിവസം കഴിയും വരാൻ. തിരുവള്ളക്കട അവരിൽ നിന്ന് 8ാമത്തെ ദിവസം അവിടത്തേക്ക് വിഷമത്തിലേക്ക് അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയാവാം. ഇത് കേട്ടുകൊണ്ട് ശിവഹാനം നിൽക്കണ്ടേ ചെവി ഏറ്റുകൊണ്ട്. വൈഷ്ണവ എനിക്ക് മാന്തരാന്ന് പറഞ്ഞില്ലേ, ഞാൻ പത്ര പുറപ്പെടാൻ ഉത്സാഹിച്ചിട്ട് ആ ശ്രമം കേട്ട് നല്ല ഭാഗമായി. ഈ വിദ്വാനെയും കൊണ്ട് ശ്രമത്തിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ചെല്ലേണ്ടത് ആവശ്യമുള്ളൂ. പിന്നെ ഇങ്ങനെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാൻ ആ സമയം അവൾക്ക് ഒന്നും ഉണ്ടായിക്കോളുന്നില്ല. എന്താ വൈഷ്ണവ അല്ല വെല്ലുണ്ണി തമ്പുരാൻ അല്ല ഒരു മണി എന്താ അവിടെ നിൽക്കുന്നത്? ഇവിടെ വരാനാ പറഞ്ഞ അദ്ദേഹത്തിന് വിട്ട വേണ്ടി കഴിയും. വെല്ലുണ്ണിയെ വേണ്ടി കഴിയും. അവിടെ നിൽക്കാണ്ടിരിക്കും. അദ്ദേഹം പോട്ടെ. അന്നത്തെ സമാധാനിപ്പിച്ചു. വൈഷ്ണവനെ മടങ്ങിയപ്പോഴാണ് കഷ്ടം. ഇന്നത്തെ ഗ്രഹപ്പണി എന്തൊക്കെ വേണം. കാരണം വേണ്ട പോലെ പന്തിടുക, മാത്രമല്ല യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ ക്ഷണിക്കുക, മന്ത്രിമാരെ വിളിച്ചു കൂട്ടുക. എല്ലാ മന്ത്രിമാരെയും വിളിക്കാച്ചാൽ തന്നെ മന്ത്രിമാരെ വിളിക്കാനൊക്കെ ബുദ്ധിമുട്ടി. കാരണം ഒരു മന്ത്രി ഒന്നുമല്ല, അനവധി എന്നുണ്ട്. ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വേറെ പറയുക. ഒരു സ്ഥിരതയ്ക്ക് അതേ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാരാൻ വേണ്ടി കഴിഞ്ഞാൽ കൊള്ളയില്ലാത്ത പറഞ്ഞ ദേഷ്യം വേണ്ടിയിരിക്കും. താൻ വലിയൊരു ഭാരം നോക്കണേ. ആരാത്? ഭക്ഷണമന്ത്രി.
ഭക്ഷണമന്ത്രി ഉണ്ടോന്നാ സംശയം. എന്താ സകല സാധനങ്ങളും എന്തൊക്കെ കിട്ടാമെന്ന പ്രയാസം എന്താ പ്രഖ്യാപനം മാത്രമായിട്ട് കാര്യമില്ല. ഭക്ഷണമന്ത്രിയോട് എവിടെ വരിക? ഇന്നൊക്കെ 7ാമത്തെ ദിവസം എന്ന് വെച്ചാൽ 8ാമത്തെ ദിവസത്തിൽ അയ്യോ 7ാമത്തെ ദിവസം ത്രൈലോക്യവാസികൾ ഒന്നടക്കുമ്പോഴേക്ക് വരുന്നത് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ വേണ്ട പോലെ ആക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇപ്പോഴാം ഭക്ഷണത്തിന് എന്തൊക്കെയാ വേണ്ട നിശ്ചയമുണ്ടോ? അതൊക്കെ അത്യാവശ്യം. എന്താ അത്യാവശ്യം? തന്റെ ഭക്ഷണത്തിന്റെ കാര്യമില്ല പറഞ്ഞ ഇവിടെ വരുന്നവരുടെ ഭക്ഷണ പ്രധാനി. മനസ്സിലായില്ലേ? അദ്ദേഹം ഭഗവാന്റെ എഴുന്നള്ളതാണ് വേണ്ട പോലെ ആവണം. ഇങ്ങനെ ഇപ്പോഴാം വിറക്, അടുപ്പ്, പാത്രങ്ങള്, പച്ചക്കറികള്, ദഹനക്കാര്, വിളമ്പിക്കൊടുക്കുന്നവര്, ശുചീകരണക്കാര്, ഇതൊക്കെ പ്രധാനം. ഞാൻ ചിലത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മന്ത്രിയാണാൻ വേണ്ടി കാര്യമില്ല. മന്ത്രിയെ ഭക്ഷണ മന്ത്രിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഭക്ഷിക്കാതെ നിശ്ചയില്ലാത്തവൻ മന്ത്രിയായി കഴിഞ്ഞാൽ നേരിടുമോ? എങ്ങനെയാ ഭക്ഷണം ഓരോ ഉരുളെത്തിയ ഒന്ന ആദ്യം നോക്കി എങ്ങനെ തുടങ്ങേണ്ട ഏതാ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വേണം ആലോചിക്കാൻ വേണ്ടത്. എനിക്ക് കാര്യം നോക്കാൻ വയ്യെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ കേവന്മാരുണ്ട്. ഞാൻ ചുമതലപ്പെടുത്താം, വേണ്ട പോലെ ഭാഗമാക്കാം. ഭക്ഷണത്തിന്റെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ആദ്യം വിറകാ വേണ്ട. അത് കാട്ടിൽ പോയി മുറിക്കുമ്പോൾ ആക്ഷേപം ഉണ്ടാവരുത്. നിരാക്ഷേപമായിട്ട് വേണം. വെട്ടിക്കീഴ് ചെറുതാക്കി ധാരാളം ശേഖരിക്കണം. ഉള്ളുണങ്ങണം. അല്ലെങ്കിൽ ദഹനക്കാർ വിചാരിച്ചാൽ എന്തായാലും പുറത്തോട് എന്നെ കുറ്റപ്പെട്ട് കാര്യമില്ല. കാരണം ഞാൻ അടുപ്പിലേക്ക് വിറകങ്ങൾ തല്ലിയിട്ടേ ഇന്ന് വിളിച്ചു വരാൻ തിരിച്ചു പുറത്തേക്ക് പോയെന്ന് വിളിക്കും. അത് തിരിച്ചു കത്തിച്ചിട്ടാ പോകണ്ടായി. അതിന് ഉള്ളുണങ്ങാത്തോണ്ട് പുകഞ്ഞ് ഭക്ഷണ സാധനങ്ങൾ വേണ്ട പോലെ വരിക. ഭക്ഷണ സാധനം നേരെയാവണമെങ്കിൽ ആദ്യം വിറക് നേരെയാവണം. വിറക് കേമാറ്റി കാര്യം അടുപ്പ് നേരമാവണം. 4 കാരം ചിരക്ക, 8 കാരം ചിരക്ക, കാരം ചെമ്പ്, നിലക്കാറ്, ഉള്ളി, പാത്രങ്ങളൊക്കെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള വെക്കാൻ പാകത്തിന് അടുപ്പുണ്ടാക്കണം. പരിചയമുള്ള ചോദിച്ച് മനസ്സിലാക്കണം. അതൊക്കെ ഞാൻ വിസ്തരിക്കണമെന്നില്ല, നിശ്ചയമുണ്ടല്ലോ. അതൊക്കെ ചുമതലപ്പെടുത്തി. മാത്രമല്ല ഇതൊക്കെ കേമായി ദഹനക്കാര് അത് കേമാവണം. ദഹനക്കാര് കേമാവണം വേണ്ടി കാര്യമില്ല. ഒക്കെ കേമന്മാരെ ധരിക്കലൊക്കെയുണ്ട്. അതുപോലെ പറ്റില്ല. നല്ലോണം പരിചയസമ്പന്നമായിട്ടുള്ള പാചക വിദഗ്ധന്മാരെ വേണ്ട പോലെ ഉത്സാഹിപ്പിക്കണം. അപ്പൊ അങ്ങനെയുണ്ട്. ഉത്സവമൊക്കെയാണ് കേമാണെന്നൊക്കെ കൊണ്ട് കേമാക്കുക. അവസാനം ആ വിദ്വാൻ കണ്ടാൽ തന്നെ വലിയ കേമുണ്ടാവില്ല. പറഞ്ഞാൽ കേമാക്കി തീർക്കുക. ഇത്ര കേമാക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഇത്ര വലിയ ഉത്സവം നടക്കുമ്പോൾ പാചകക്കാരനെ കെട്ടി എഴുതിക്കുക അതൊന്നുമില്ല. കാരണം പാചകം കേമാവണം. അത് സഹായികളായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ വേണം. ഈ പാചകവും കേമായി, പാത്രങ്ങളും കേമായി, ശുചീകരണം കേമാവണം. അതല്ലാണ്ട് ബാക്കിയൊക്കെ കേമായി. ശുചീകരണം വൃത്തിയില്ലെങ്കിൽ വേണ്ട പോലെ ആവില്ല. അതും കുട്ടിയാവണം. ഇതൊക്കെ കേമായി. വിളമ്പി കൊടുക്കുന്നത് കഴിച്ചാൽ മതി. ഒക്കെ പകടാക്കാൻ അത് കേമാണ്. കാരണം എന്താ വേണ്ട ഇടയ്ക്ക് കഴിക്കാൻ വിചാരിച്ചുള്ളൂ. എപ്പോഴും വിളമ്പിക്കൊണ്ടിരിക്കുക. അത് എന്താ വേണ്ട കലായിയാൽ ആ സമയം നോക്കിയിട്ട് നഷ്ടമില്ലല്ലോ. അവനുണ്ടാക്കിയതല്ലോ ഒരുണ്ടാക്കിയതല്ലേ. എന്നാ കൊടുത്തേക്കാനുസരിച്ച് അങ്ങോട്ട് വണ്ടി കൊടുക്കുക, നശിപ്പിക്കാൻ. അതല്ല, പാകം നോക്കി സമയം നോക്കി അദ്ദേഹത്തിന്റെ വേണ്ട പോലെ എന്തേ കലായി കുറച്ചുകൂടി എരിശ്ശേരി കഷ്ടിയേക്കണ്ട. എന്നാലും എരിശ്ശേരി കേമായുണ്ട്, ഉപ്പേരി കേമായുണ്ട്, പഴം നുറുക്ക് കേമായുണ്ട്. ഓരോ വിഭവങ്ങളും ആ ഇഷ്ടത്തിനും അഭിരുചിക്കും അനുസരിച്ച് സ്ഥാനം നോക്കി അതൊക്കെ നോക്കണേ. അല്ലാണ്ട് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എവിടെയെങ്കിലും കൊണ്ട് വെക്കുക. കഴിക്കണമൊക്കെ ഒരു ശ്രദ്ധയ്ക്കല്ലേ ചെയ്യുന്നത്. എന്നാ ഒന്നിച്ചായിക്കോട്ടെ അതൊന്നും പറ്റില്ല. സ്ഥാനം നോക്കി തെറ്റാതെ കണ്ട് വേണ്ട പോലെ വിളമ്പി ആ വേണ്ട വ്യക്തികളെ യോഗ്യന്മാരെ എല്ലാവരും ഇല്ലാതെ ഇവിടെ വരുന്നൊക്കെ യോഗ്യന്മാരാണല്ലോ. അവർക്ക് വേണ്ട പോലെ സംതൃപ്തി വരത്തക്ക വിധത്തിൽ വിളമ്പന്മാര് ശരിയാവന്മാർ വേണി ഇവരെ ഉത്സാഹിപ്പിക്കണം. വിളമ്പണ കാര്യം പറയാണ്ട് വയ്യ. കാരണം എല്ലാവരും ഉത്സാഹിക്കുന്നു കേട്ടോ. അത് ശ്രദ്ധിക്കാൻ വേണം. നിഷ്കരി എന്താ കാര്യം ഇവിടെ അതൊക്കെ വേണി. അതൊക്കെ വളരെ ഉണ്ടാവുകൊണ്ട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലെങ്കിലും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി. ഇത്ര മാത്രമല്ല, ഈ ഭക്ഷണം കേമായി, സ്വീകരണം ഇത് കേമാവണം. പാർട്ടിക്കാരൊക്കെ ഉണ്ടാക്കി ആവശ്യിക്കേണ്ട കേമന്മാരല്ല. എല്ലാവരും പ്രധാനികൾ നോക്കുമ്പോൾ ആരൊക്കെ മോശക്കാർ? ഒരാളും മോശക്കാരില്ലേ? ഒക്കെ പ്രധാനികൾ. എന്ത് വേണമെങ്കിൽ അടിക്കണമെങ്കിൽ അടിക്കാം, തുടക്കണമെങ്കിൽ തുടയ്ക്കാം, മോറണമെങ്കിൽ മോറാം, കോരണമെങ്കിൽ കോരാം. ഒരു ജയഘോഷങ്ങളെ കൊണ്ട് ഉത്സാഹിപ്പിക്കുക. ആ അർഘ്യപാർട്ടികൾ കൊടുക്കുക, പൂജിക്കുക, ആസനസ്ഥരാക്കി പൂജിച്ച് അവരെ വേണ്ട പോലെ ഉപുഷ്ടരാക്കിയിട്ട് വൃത്തന്മാരാക്കി കൊടുത്ത് തിരിച്ചു പോകുന്നവരെ സകല കാര്യം നോക്കണമെങ്കിൽ പ്രാപ്തന്മാരായിട്ടുള്ള യോഗ്യന്മാരായിട്ടുള്ള ആളുകളെ അതൊക്കെ ചുമതലക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇത്ര മാത്രമല്ല, ദഹനപ്പേരിലൊക്കെ നോക്കുമ്പോൾ ആ വറവുണ്ട്. എന്തായി വറവിന്റെ കാര്യം? ആ കുട്ടികൾക്കും പിടിച്ച് അങ്ങോട്ട് നടക്കുന്നത് ദഹനക്കാരൻ കൊണ്ട് കാര്യം. അവര് കേമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും കൂടും നടക്കണം. അതുകൊണ്ടോ കൊടുത്തത് എന്തായി? എരിശയുടെ കൂട്ടോ അതല്ല. വേണ്ട പോലെ സാധനമൊക്കെ ഉണ്ടാക്കണല്ലോ. എന്തൊക്കെയാ വേണ്ട കണക്ക് പരിശോധിക്കുന്നുണ്ട്. എല്ലാവരും ഉത്സാഹിക്കേണ്ട അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റന്നാൾ പ്രഭാതത്തിൽ 7 നാളിക്ക് ബൃഹാന്തത്തിൽ എഴുന്നേറ്റ് നിത്യാനുഷ്ഠാനം കഴിഞ്ഞു. ആ പൂജാവിധികളൊക്കെ കഴിഞ്ഞ് പുറപ്പെട്ടേക്കാം. പതിവും ഉറക്കണ്ടു. കൈലാസിക്ക് പുറപ്പെട്ടു. ഉടനെ വന്ദിച്ചു. ഏതാൻ ശ്രീ മഹാഗണപതി അടുത്ത് നിൽക്കേണ്ട ജീവിയായിക്കൊണ്ട് വൈഷ്ണവ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഒന്നൊക്കെ 7ാമത്തെ ദിവസം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ലല്ലോ. ഒന്നും ആവശ്യമില്ല. ഭഗവാന്റെ എഴുന്നള്ളത്തിൽ അറിയാൻ മതി. വൈഷ്ണവ അച്ഛനോട് പറയണ്ട, ഞാൻ പറയാം കൂടെ പൈസയുടെ കൂടെ. കാരണം എന്ന് വന്നു കഴിഞ്ഞാൽ ഇന്നലെ മുടക്കി അച്ഛൻ കയറി ഞാൻ പൈസയുടെ കൂടെ വരാൻ ഉറപ്പിച്ചിട്ടുണ്ട്. അതല്ല ഇനിയിപ്പോൾ ഭഗവാന്റെ കൂടെ എഴുന്നത് തന്നെയാണ് അത് ഭംഗി. അതൊക്കെ എനിക്ക് ഇഷ്ടം. പൈസയോട് എനിക്ക് എഴുന്നതൊന്നും ആവശ്യമില്ല. എനിക്ക് എപ്പോൾ അടിച്ചോടെ അതല്ല അപ്പോൾ ഇന്നലെ മതി. ഒരു ദിവസം പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ കൂട്ടാക്കില്ല. എന്താ അവിടെ അല്ല വൈഷ്ണവി തമ്പുരാൻ ഒരു മണി വൈഷ്ണവ പോകൂ. ആ നദി സമാധാനിപ്പിച്ചു.
പോവാൻ മനസ്സില്ല. കാരണം വെല്ലുവിളിയുള്ള ആ വേണ്ടിയുണ്ട്. മാത്രമല്ല കൊണ്ടുപോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും എന്താ പ്രവചിച്ചല്ലോ. ആ നത്തി കഴിഞ്ഞു എന്തായി ഗ്രഹണക്കാരൊക്കെ ക്ഷണിച്ചിറങ്ങി യോഗ്യന്മാർക്ക് ഉണ്ട്. എന്താ അത്ര അമാന്തം ഇപ്പോഴേ ഇങ്ങോട്ട് വരാം. ഞാൻ എത്ര നേരെ കാത്തു ഞാൻ നാളത്തെ കുട്ടിയോട് അറിയിപ്പ് തരുന്നുണ്ടായില്ലേ. ഇങ്ങോട്ട് വരാം. വേണ്ടാന്നല്ല പറഞ്ഞ ഭംഗിയാവും വേണം. അതെ യാത്രയാവാം. യാത്രയാവുമ്പോൾ വൈശ്വണ അച്ഛനോട് പറയണ്ട. ഞാൻ വൈശ്വണന്റെ കൂടെ തന്നെ പോകൂടെ. അല്ല ഉണ്ണി തമ്പുരാൻ അച്ഛൻ്റെ കൂടെ എഴുന്നള്ളുമ്പോൾ തന്നെ എൻ്റെ ഭംഗി ഒക്കെ നിശ്ചയുണ്ട്. വൈശ്വണ്ണോ ഞാൻ പിന്നെ അച്ഛൻ കേൾക്കണ്ട. ആരാ ഉറക്കെ പറയണ്ട. ശബ്ദം ഉണ്ടാക്കണ്ടാണ്. ശബ്ദം ഉണ്ടാക്കണ്ട. ശബ്ദം ഉണ്ടാക്കിയേ പറ്റൂ. ഉറക്കോടെ ശബ്ദം ഉണ്ടാക്കരുത്. അച്ഛൻ കേട്ട് ആരാണ് ശബ്ദം ഉണ്ടാക്കരുത്. ആരാ ശബ്ദം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അല്ല വെല്ലുവിളി തമ്പുരാൻ വെല്ലുവിളി ഇവിടെ വരൂ. വൈശ്വണ്ണ പോക്കോളൂ. അതല്ല ഇങ്ങോട്ട് വരാനാ പറഞ്ഞ. അച്ഛൻ വൈശ്വണ്ണന്റെ കൂടെ പറഞ്ഞേക്കാതെ ഞാൻ പറഞ്ഞേക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ ദേവാലയം കഴിയേണ്ട താമസമേ ഉള്ളൂ. മുഖത്തേക്ക് നോക്കണ്ട. ദയനീയായിട്ട് എങ്ങനെ ഉപേക്ഷിച്ച് പോവുക. പോവാനും വയ്യ, പോവാണ്ടിരിക്കാനും വയ്യ, കൊണ്ടുപോകാനും വയ്യ. കൊണ്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എഴുന്നള്ളത്തിൽ ഏതെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ സംഭവിക്കാൻ വെച്ചില്ല. പരിഭവമുണ്ട്. അബദ്ധം കാട്ടിയിട്ടില്ല. കാട്ടിയെങ്കിലും പരിഭവം കാരണം. വൈശ്വണ പൊക്കോളൂ. സംശയിക്കണ്ട. താമസിച്ചാണ് ഞാൻ വളർത്താം. അവിടുത്തെ എഴുന്നള്ളത്ത് ഇങ്ങോട്ട് വന്നിട്ട് അവിടുത്തെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകാം. ഇതൊന്നും ആവശ്യമില്ല. പൊക്കോളൂ. വൈഷ്ണവനെ യാത്രയ്ക്കുന്നത് മാത്രമല്ല ഇവിടെ കേമായിട്ട് ഭഗവാന് പൂജയുണ്ടല്ലോ. കേമായിട്ട് കുറച്ച് പുഷ്പം എടുക്കുക വെച്ചാൽ കയ്യിൽ ഒരുക്കാവുന്ന പുഷ്പം എടുക്കും. പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് കുറച്ച് നേരിക്കും. അത് കഴിഞ്ഞാൽ അദ്ദേഹം അർച്ചിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ആ അടുത്തുള്ള പൂജാപാത്രത്തിൽ നിന്ന് പൂപാലികയിൽ പൂവെടുക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും അനവധി നേരം ജപിച്ച് അത് കഴിഞ്ഞാൽ അർച്ചിക്കും. കുറച്ച് കഴിയുമ്പോൾ കഴിയില്ല. പുഷ്പം പോലെ ഉണ്ട്. ആ അർച്ചനയും കേമായിട്ടന്നെ പുഷ്പാഞ്ജലി കേമായിട്ടാകുമ്പോൾ കഴിയുന്നുമില്ല. കുറേ നേരമാകുന്നുണ്ട്. സമയം ഒഴുകി തുടങ്ങി. അങ്ങനെ കഴിയണമെന്നല്ല പറയും. പെട്ടെന്ന് കഴിയൂലേ. കഴിക്കാൻ തുടങ്ങിയല്ലോ. എങ്ങനെയും കഴിക്കാനും വയ്യ. എന്തായാലും ആയിക്കോട്ടെ. ആഗ്രഹമല്ലേ. അതുകൊണ്ടാണ് ഞാൻ സന്തോഷമായിട്ട് എനിക്ക് കഴിക്കുന്ന പോലെ ചെയ്യാമല്ല. അതേ കണ്ട് അതല്ല വല്ലുള്ളി തമ്പുരാന് പരിഭവം കൂടുതങ്ങി. അച്ഛ ഭഗവാൻ ആ പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛ ഹേ എന്താ ഉണ്ണി എന്താ കാണിക്കണത്. ഇങ്ങോട്ട് മാറിയിരിക്കുന്നു. ഇങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞില്ലേ. പറഞ്ഞാ കൂട്ടാക്കാണ്ട് എന്താ വിളിച്ചേ. അല്ല വൈശ്വണ്ട വിളിക്കേ. അതെനിക്ക് നിശ്ചയുണ്ട്. ഇത് കഴിയട്ടെ. ശുദ്ധിത ഊഷ്മ വീണ്ടും ഭഗവാൻ കൊടുത്ത് വേണം ആ പരമാത്മാവിനെ ധ്യാനിച്ച് അർച്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കഴിയുന്നതല്ല. കുറച്ച് വികൃതി ഉണ്ട്. ഒരുമിയാവേണ്ട കാര്യമില്ല. വലിയ കേമായിട്ടുള്ള വാത്സല്യ. പങ്ക് പറഞ്ഞ വാത്സല്യത്തിനനുസരിച്ച് എനിക്ക് തുടങ്ങുമ്പോൾ വരുമല്ലോ. ഇവരെങ്ങനെ അവസാനിപ്പിക്കും. അച്ഛ എന്താ ഉണ്ണി. അതല്ല നേരം വല്ലാണ്ടായിട്ടുണ്ട്. തുടങ്ങുമ്പോൾ തന്നെ അമാന്തായിട്ടുണ്ട്. ഇല്ല ഏതൊക്കെ പൊതു സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ വഴികിട്ടൊന്നുമില്ല. ഞാൻ കുറച്ചും വഴി കഴിക്കാൻ നിശ്ചയുണ്ട്. അതല്ല ഇനി അവിടെ എത്തുമ്പോഴേക്കും നേരം വല്ലാണ്ട് പരിഭവം കൂടുതലിപ്പോൾ വീണ്ടും ഭഗവാൻ അർച്ചിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് കഴിയും തോന്നില്ല. എന്നാൽ കഴിക്കാൻ വല്ല വഴിയുണ്ട്. ഈ പൂവുണ്ടാവുകൊണ്ടാണല്ലോ. ഈ പൂവ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പുഷ്പാഞ്ജലി ഉണ്ടാവില്ലോ. എന്താ വഴി. തുമ്പിയോണ്ട് നോക്കിയപ്പോൾ ധാരാളം പുഷ്പമുണ്ട്. ആ നേരേക്കുള്ള പുഷ്പമാണല്ലോ. അത് ഒന്നിച്ച് കൂട്ടിപ്പിടിച്ച് ശ്രീമഹാഗണപതി ആ പൂർണ്ണ പുഷ്പാഞ്ജലിയായിട്ട് ഒന്നിച്ച് കഴിക്കും. ഭഗവാൻ തൻ്റെ കയ്യിലുള്ള പുഷ്പകവാ എടുത്ത് അർച്ചിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ വീണ്ടും തപ്പിയപ്പോൾ നോക്കിയപ്പോൾ ചെവി അടിക്കൊണ്ടിരിക്കണം. ഒന്നും നേരത്തെ മാതിരി ഭഗവാന്റെ അടുത്ത് തന്നെയാണല്ലോ അർച്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ. വല്യുണ്ണി ഇവിടെ നമ്മ പൂവ് എവിടെ. എളുപ്പം അർച്ചിച്ചു കഴിഞ്ഞു. അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം. പറയാറില്ലേ പൂർണ്ണ പുഷ്പാഞ്ജലി ഫലം കൂടുന്നു. എന്നാ ഒന്നിച്ച് ആയിക്കോട്ടെ വെച്ചിട്ടാ. ഭാഗമായില്ലേ പൂർണ്ണ പുഷ്പാഞ്ജലി ആയിക്കോട്ടെ. എന്നാ ഭഗവാൻ പൂജ അവസാനിപ്പിച്ചെന്നാൽ ഉണ്ണിക്ക് സന്തോഷം ഉണ്ടാകാനാണല്ലോ വേണ്ടത്. ഭഗവാൻ പുറപ്പെടാം. ഭഗവാനും ഭഗവതിയും ആ ശ്രീമഹാഗണപതിയും സുബ്രഹ്മണ്യനും ശാസ്താവും ഭൂതഗണങ്ങളും എല്ലാവരും കൂടി കൊട്ടിയാർത്ത് നടോ എന്താ അമാന്ത വേവില്ല. പുറപ്പെടാ ഭഗവാന്റെ കുറച്ചുകൂടി നേരത്തെ എത്തായിരുന്നില്ലേ. എന്തായാലും ഇപ്പോൾ അമാന്ത ഒട്ടും പഠിച്ചിട്ടില്ല. അവിടെ പോയിട്ട് പഠിച്ചാൽ അങ്ങനെയാണോ അതറിയാം. കാരണം എന്താ വെച്ചാൽ ഭഗവാന്റെ പുറപ്പാട് കഴിഞ്ഞാൽ അവിടെ കൈലാസത്തിന് ആ അളകാപുരി എത്തുന്നവരെ കുറിച്ച് നടക്കുന്നതാണ്. എല്ലാവരും ഉത്സവിച്ച് പുറപ്പെട്ടു മാത്രം എല്ലാവരും കൊട്ടിയാർത്ത് ആഘോഷിച്ച് നേരെ പുറപ്പെട്ട് അവിടേക്ക് എത്തുമ്പോൾ വൈശ്വണ്ണ വിടുന്ന് വധിച്ചു പോയി കഴിഞ്ഞപ്പോഴും അവിടെ കേമായിട്ട് എല്ലാ കാര്യമുണ്ടല്ലോ. എന്തായി ദഹനപ്പേരൊന്നും നോക്കി. കാരണം ഭഗവാൻ എഴുന്നള്ളത്തിന് താമസമില്ല. എത്തായി തുടങ്ങി. എന്തായി ആയി തുടങ്ങി. എന്താ ദഹനക്കാരുടെ സ്വഭാവം ആയി തുടങ്ങി. എന്താ ഈ കൂട്ടണം കൂട്ടേ ഉള്ളൂ. തൻ്റെ ഒട്ടുക്കത്തിൽ കൂട്ടത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ. അല്ല കൂട്ടായല്ല. അവർ കുത്തിട്ട് കഴിക്കുന്നെങ്കിൽ നടക്കുന്നെങ്കിലൊക്കെ എന്താ ഈ ഗെയിമായിട്ട് അമ്മിക്കുരുണ്ട് അറിയണ്ടേ. എന്താ എരിശയുടെ വറവില്ല അയക്കില്ല. അത് കാണേണ്ട ഇടവാണ്. അങ്ങോട്ടും കൂടെ പരിഭവിച്ചുകൂടെ ഒന്ന് നോക്കിയപ്പോൾ താമസമുണ്ട്. കാരണം ആദ്യം വീട്ടിലെ തെരുവോക്യവാസികൾ ഒന്നടക്കം വരുമ്പോൾ ദഹനപ്പേരയിൽ എല്ലാം ഉത്സാഹിച്ച് പോകേണ്ട പ്രവൃത്തിക്കാർക്ക് നേരമായിട്ട് പ്രവൃത്തി എടുക്കുന്നുണ്ടെങ്കിലും കുറച്ച് താമസമാവും തോന്നി. എന്താ ചെയ്യാ. ഈ മുന്നേ ഞാൻ ഗ്രഹപ്പാട് ഞാൻ തൊക്കെ മുക്കുകൂട്ടി പറഞ്ഞാൽ
അങ്ങോട്ടും ആ വയസ്സോടെ കിടന്നിങ്ങനെ പേരെ കൂടെ നടക്കണ്ട, അങ്ങനെ നടക്കണ്ട, ഇങ്ങനെ നടക്കണ്ട, ഇരിക്കാൻ ഭാവിക്കണ്ട, ഇരിപ്പുറക്കില്ല, എഴുന്നേൽക്കണ്ട, എന്താ ഈ വെന്തറങ്ങി പോകും. അപ്പൊ നോക്കുന്നുണ്ട് ശബ്ദം കേട്ടിറങ്ങിയപ്പോ എവിടെ വാദ്യക്കാര് ഇവിടെയുണ്ട്. എന്നാ തുടങ്ങാൻ മറ്റേ കുട്ടികൾ വന്നാൽ മറ്റേ കുട്ടികൾ കൂടുതലാകുന്നില്ലേ, കൂടുതലാകുന്നുണ്ട് അവിടെയും പിടിക്കാൻ. കാരണം അവരുടെ കുട്ടികൾ അവർ ഉത്സാഹികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും എവിടെ കെട്ടാളത് കെട്ടിയിട്ടില്ല. കെട്ടാളത് എനിക്ക് ആദ്യം പറഞ്ഞില്ലേ, കെട്ടാളത് കെട്ടുക, കൊട്ടാളത് കൊട്ടുക, മുറുക്കാളത് മുറുക്കുക, എടുക്കാളത് എടുക്കുക. വാദ്യക്കാരൊക്കെ ഉത്സാഹിക്കുന്നപ്പോ ഇവിടെ സ്തുതിപാഠകന്മാരെ ഇവിടെയുണ്ട്, സ്തുതിക്കുന്ന ആളുകളൊക്കെ കൊടുക്കണമെങ്കിൽ കേമായിട്ട് കൊടുക്കണം. താലക്കാരൊക്കെ ഒരേ സമ്പ്രദായത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചില്ല, കൗതുകം കാണാൻ. എല്ലാവരും എന്നാ പുറപ്പെടുക. എല്ലാവരും പ്രായഭേദമില്ലേ, വയസ്സായിട്ടുള്ള ആളുകൾ ചെറുപ്പക്കാരും ഒക്കെ ഒരേ സമ്പ്രദായത്തിൽ അങ്ങനെ വേണം. ഭഗവാന്റെ വിശേഷ ദിവസമാകുമ്പോൾ അങ്ങനെ വേണമല്ലോ. എല്ലാവരും പുറപ്പെടുങ്ങി. എവിടെ ഞാൻ താലം കണ്ടില്ലേ. ആ താലം നടന്നവിടെ എത്തുമ്പത്തിന് താമസവും പറയാൻ തുടങ്ങിയും. എവിടെ ഇതൊക്കെ വാർത്ത കൂടി നോക്കണ്ടേ. താലം കണ്ടില്ല വെച്ചാൽ താലം അവിടെ വെച്ചിട്ടില്ല. ആ താലം എന്റെ അല്ല, ഈ താലം എല്ലാവരും പരിഭ്രമിക്കുക സാധാരണയാണല്ലോ. ഏത് തുറക്കടാവര് പുറപ്പെടുക. എല്ലാവരും കൂടി ഗോപുരത്തിന്റെ അവിടേക്ക് വാദ്യക്കാര്, സ്തുതിപാഠകന്മാര്, താലക്കാര്, മാത്രമല്ല മന്ത്രങ്ങള് എല്ലാം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ വേണ്ട പോലെ ആനയിക്കണല്ലോ. ദയമായിട്ട് ഇരിക്കുമ്പോൾ ഭഗവാൻ യാതൊരു പ്രയാസമില്ലാതെ കണ്ട് കൈലാസത്തിന്റെ ഗോപുരത്തിലവിടെ എത്തിയെന്ന് മാത്രമല്ല അദ്ദേഹം തന്റെ വൃഷഭത്തിൽ നിന്ന് വാഹനത്തിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയപ്പോ മനസ്സിലെത്തി. തൃപ്പാദങ്ങള് വേണ്ട പോലെ ഇങ്ങനെ എഴുന്നള്ളുമ്പോ വേണ്ട പോലെ ബഹുമാനിക്കണല്ലോ. 60,000 കോടി വലിയുള്ള പട്ട കേമായിട്ട് 60,000 കോടി വില, അത്രയും വില മതിപ്പുള്ള പട്ടുവസ്ത്രങ്ങള് അവിടുന്ന് അങ്ങോട്ട് വിരിക്കാൻ തുടങ്ങി. ഇതൊന്നും ആവശ്യം ഉണ്ടാവില്ലേ, ആവശ്യമില്ലാതെ ഇതൊക്കെ വലിയ വിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു.